പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുകയാണ്. ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് ലോകത്തുള്ളതാകുന്ന സർവ്വ സൃഷ്ടികളുടെയും ആത്മാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദർബാറിൽ ഒരുമിച്ച് കൂട്ടിയത്രേ. ആദം നബി അലൈഹിസ്സലാം മുതൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ളതായ സർവ്വ മനുഷ്യരുടെയും ആത്മാക്കളെ അല്ലാഹുവിന്റെ ദർബാറിൽ ഒരുമിച്ച് കൂട്ടിയത്രേ. ആ ആത്മാക്കളോടായി അല്ലാഹു ചില കരാറുകൾ ചെയ്യുകയാണ്. അല്ലാഹു ചോദിക്കുകയാണ്, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ പരിപാലകനല്ലയോ, സർവേശ്വരനല്ലയോ? ഖാലൂ ബലാ. എല്ലാ ആത്മാക്കളും എല്ലാവരും അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, ഇന്നുള്ള വിശ്വാസികളുണ്ട്, ഇന്നുള്ള നിരീശ്വരവാദികളുണ്ട്, ഇന്നുള്ളതാകുന്ന യുക്തിവാദികളുണ്ട്, കഴിഞ്ഞുപോയതായ സമൂഹങ്ങളുണ്ട്, വരാനിരിക്കുന്ന ജനകോടികളുണ്ട്. എല്ലാവരും അല്ലാഹുവിന്റെ മുന്നിൽ അന്ന് സമ്മതിച്ചതാണ്, അൻത റബ്ബുനാ വ ഇലാഹുനാ, നീയാണ് ഞങ്ങളുടെ പരിപാലകൻ അല്ലാഹ്, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ അല്ലാഹ്, നീയാണ് ഞങ്ങളുടെ സർവാധിപതി അല്ലാഹ്. എല്ലാവരും അംഗീകരിച്ചു. എല്ലാ ആത്മാക്കളും അള്ളാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് സമ്മതം പുറപ്പെടുവിച്ചിട്ടാണ് അള്ളാഹു ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ഈ ബൃഹത്തായ രണ്ടാം ഘട്ട ലോകത്തേക്ക് നമ്മളെ കൊണ്ടുവന്നത്. ഇപ്പൊ നമ്മൾ നിലകൊള്ളുന്നത് ഒരു രണ്ടാം ഘട്ട ജീവിതമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. മനുഷ്യന്റെ ജീവിതഘട്ടങ്ങൾ 5 എണ്ണമാണ്. അതിലെ രണ്ടാമത്തെ ഘട്ടമാണ് ഇപ്പോൾ നിലകൊള്ളുന്നതായ ഘട്ടം. ഒരു ഘട്ടം കഴിഞ്ഞുപോയി. ആലമുൽ അർവാഹ് എന്നാണ് ആ ലോകത്തിന്റെ പേര്, ആത്മാക്കളുടെ ലോകം. അവിടെ നമ്മുടെ ആയുസ് 1000 കൊല്ലക്കണക്കിന് വർഷം നമ്മൾ ജീവിച്ചിട്ടുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയൊന്നും നമ്മൾ ഓർക്കുന്നതന്നെയില്ല ഉസ്താദെ എന്ന് അവിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ കാഫിറാകും. കാരണം ഖുർആനിനെതിരെ പ്രവർത്തിച്ചവനാണ്. ഖുർആൻ പറഞ്ഞതാണ്, നമ്മൾ മോമിനീങ്ങളാണ്, മുത്തഖീങ്ങളാകാൻ ആഗ്രഹിക്കുന്നവരാണ്. യഥാർത്ഥ മുത്തഖി എന്ന് പറഞ്ഞാൽ അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവനെന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ല്ലേ? സൂറത്തുൽ ബഖറ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون الذين يؤمنون بالغيب അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവനെ മോമിനാവും, മുത്തഖിയാവും. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. റക്കാമീൻ പറയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ അങ്ങനെ ഒരു ലോകം ആലമുൽ അർവാഹ് ഉണ്ടായിരുന്നു എന്നുള്ളത് വിശ്വസിച്ചേ പറ്റും. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഹദീസ് മുഖേന നമ്മൾ പഠിപ്പിച്ചതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അർവാഹു ജനൂദുൻ മുജന്നദാ ഫമാ തഅറഫ മിൻഹാ യഅതലഫാ وما تناكر منها يختلفا. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആത്മാക്കൾ വ്യത്യസ്ത രൂപമാണ്, ഭാവമാണ്. ആത്മാവിന്റെ ലോകമായ ഒന്നാമത്തെ ഘട്ടത്തിൽ പരസ്പരം കണ്ടുമുട്ടിയതാകുന്ന ആത്മാക്കൾ ഈ ദുനിയാവാകുന്ന രണ്ടാം ഘട്ട ജീവിതത്തിൽ അവന്റെ ജസദോടുകൂടി ശരീരത്തോടുകൂടി പരസ്പരം കണ്ടുമുട്ടുമേ സമ്മതിക്കുമേയെന്ന് നബിയുനാ റസൂലുള്ളാഹി. വമാ തനാകറ മിൻഹാ വമാ تناكر منها يختلفا. ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടാത്തവരുണ്ടോ? അവിടെ വെച്ചുകൊണ്ട് സമ്മതിക്കാത്തവരുണ്ടോ? ഒന്നാം ഘട്ട ജീവിതത്തിൽ കണ്ടുമുട്ടാത്തവർ ഈ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ദുനിയാവിൽ പരസ്പരം കണ്ടുമുട്ടുകയോ സമ്മതിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ അവിടെ വെച്ച് കണ്ടവരെ രണ്ടാം ഘട്ടമാകുന്ന ദുന്യാവിൽ വെച്ച് കണ്ടുമുട്ടും. അവിടെ വെച്ച് കാണാത്തവരെ ഈ ദുന്യാവിൽ ഒരിക്കലും കണ്ടുമുട്ടൂല. സയ്യിദുനാ റസൂലുള്ളാഹി.
നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ലോകം ആലമുദ്ദുനിയ, ഭൗതികമായ ലോകമാണ്. മനസ്സിലാക്കിക്കോ. ഒന്നാം ഘട്ട ജീവിതം മനസ്സിൽ ഉറപ്പിച്ചോ. അങ്ങനെ ഒരു ലോകം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉറപ്പിച്ചേ പറ്റൂ, അപ്പോഴേ മോമിനാവുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ സലാമത്താക്കുമാറാവട്ടെ. വിശ്വാസം രൂഢമൂലമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാം ഘട്ടമാണിത്. ആലമുദ്ദുനിയ, ഭൗതികമായ ലോകമാണ്. ഒന്നാം ഘട്ട ജീവിതത്തിൽ 1000 കൊല്ലക്കണക്കിന് വർഷം നീ ജീവിച്ചതാണ്. ഇവിടെ നിനക്ക് ആയുസ് ചുരുക്കമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഅമാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ആയുസ്, എന്റെ സമുദായത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ കുറഞ്ഞ ആയുസേ ഉള്ളൂ. ഇവിടെ കുറഞ്ഞ ആയുസ്. എന്റെ ഉമ്മത്തെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അതിൽ നിന്ന് തന്നെ മനസ്സിലായി റസൂലുള്ളാഹിന്റെ ഉമ്മത്തല്ലാത്ത മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ഉമ്മത്തുകൾക്ക് ധാരാളം വർഷം ഈ ലോകത്ത് ജീവിച്ചവരുണ്ടായിരുന്നു എന്ന് മനസ്സിലായി. 3000 വർഷം 4000 വർഷമൊക്കെ ഇവിടെ ജീവിച്ചവരുണ്ടായിരുന്നു. നമുക്ക് ആയുസ് വളരെ ചുരുക്കമാണ്, വളരെ ചുരുങ്ങിയ ആയുസ്. അള്ളാഹു ഉള്ള ആയുസ്സിൽ ധാരാളം സുകൃതം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അടുത്ത ഘട്ടം ഇവിടുന്ന് പോവാൻ. മൂന്നാം ഘട്ടം. 5 ഘട്ടങ്ങളാണ്. അത് വേഗം പറഞ്ഞിട്ട് 1-2 കാര്യങ്ങൾ പറയാനാണ്. നല്ലതുപോലെ ശ്രദ്ധിക്കും. മൂന്നാമത്തെ ഘട്ടം ആലമുൽ ബർസഖാണ്, ഖബർ ലോകമാണ്. ഈ ദുന്യാവാകുന്ന രണ്ടാം ഘട്ട ജീവിതത്തിന്റെയും 4ാം ഘട്ട ജീവിതത്തിന്റെയും ഇടയിലുള്ള ഒരു മറയാകുന്ന ലോകമാണ് മൂന്നാമത്തെ ഘട്ടം. ആലമുൽ ബർസഖ്, ഖബറാകുന്ന ലോകം. അതാണ് നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ റഅയ്തു മൻളറൻ ഖത്തു ഇല്ലാ വൽ ഖബറു അഫ്ളഅ മിൻഹു. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ്. സഹാബ, ഖബറാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആരാണ് പറയുന്നത് സഹോദര? ആരാണിത് പഠിപ്പിക്കുന്നത് സഹോദരി? ഇസ്രാ മിഅ്റാജ് രാവിൽ പരിശുദ്ധമായ സ്വർഗ്ഗം കണ്ട പ്രവാചകരാണ്. ഇസ്രാ മിഅ്റാജ് രാവിൽ കത്തിധരിക്കുന്നതാകുന്ന നരകകുണ്ടാരം വ്യക്തമായി നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടതായ പ്രവാചകർ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബാ സഹാബാ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ്, ഖബറാണ്, ഖബറാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കേൾക്കുമ്പോൾ കരയുകയാണ്, ഖബറെന്ന് കാണുമ്പോൾ തന്നെ പൊട്ടിക്കരയുകയാണ്. മായുബകീക യാ ഉസ്മാൻ, ഉസ്മാനേ ഉസ്മാനേ, എന്താണ് ഖബർ കേൾക്കുമ്പോൾ കരയാനുള്ള കാരണം? ഖബർ കാണുമ്പോൾ പൊട്ടിക്കരയുന്നത് എന്താ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലോകത്തോട് ഉപരിക്കുകയാണ്, ലൗ കുന്തു ഫിൽ മഹ്ശർ കുന്തു മഅന്നാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെട്ട് കഴിഞ്ഞാൽ മഹ്ശറിലേക്ക് എന്നെ കൊണ്ടുപോയി നിർത്തിയാൽ കുന്തു മഅന്നാസ്, മഹ്ശറിൽ ഞാൻ ഒറ്റയ്ക്കല്ല. ഈ ദുനിയാവിൽ നമസ്കരിച്ചവരെന്റെ കൂടെ ഉണ്ടാകും, ഈ ദുനിയാവിൽ നോമ്പ് പിടിച്ചവരെന്റെ കൂടെ ഉണ്ടാകും, ഈ ദുനിയാവിൽ സക്കാത്ത് കൊടുത്തവരെന്റെ കൂടെ ഉണ്ടാകും, ഈ ദുനിയാവിൽ ഹജ്ജ് ചെയ്തവരെന്റെ കൂടെ ഉണ്ടാകും, ഈ ദുനിയാവിൽ പാവങ്ങളുടെ കണ്ണീരൊപ്പിയവരുണ്ടാകും, ഈ ദുനിയാവിൽ നിരാലംബർക്ക് അവലംബമായവരുണ്ടാകും, ഈ ദുനിയാവിൽ നിരാശരർക്ക് ആശ്രയത്വം കൊടുത്തവരുണ്ടാകും, ഈ ദുനിയാവിൽ സുഹൃതങ്ങളുമായി നടന്നു നീങ്ങിയവരുണ്ടാകും, ഈ ദുനിയാവിൽ ദുഷിച്ചതാകുന്ന ചെയ്തികളുമായി നടന്നു നീങ്ങിയതായ ആളുകളെയെല്ലാം കൊണ്ടുവരപ്പെടുന്ന സ്ഥലമാണ് മഹ്ശർ എന്ന ലോകമെന്ന് എനിക്കറിയാം. അവിടെ എന്നോടൊപ്പം നല്ലവരുമുണ്ട്, അവിടെ എന്നോടൊപ്പം ദുഷിച്ചതായ ആളുകളുമുണ്ട്. അലംഘനീയമായ വിധിപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാവപ്പെട്ട ഉസ്മാനിനെ കൊണ്ടുപോയി നരക കൊട്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ കുന്തു മഅന്നാസ്,
നരകത്തിലും എന്റെ കൂടെ ദുഷിച്ചതായ ആളുകളുണ്ടാകും. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചവരില്ലേ, ദുനിയാവിൽ ഉച്ചരിച്ചവരില്ലേ, ദുനിയാവിൽ സിനിമ കണ്ടുകൊണ്ട് നടന്നവരില്ലേ, ദുനിയാവിൽ ശാമകരിപ്പിന്റെ ഇടയിലും അല്ലാത്ത സമയങ്ങളിലും സീരിയലിന് ലോകത്തുമായി ഇണങ്ങി ചേർന്നതായ സഹോദരിമാരില്ലയോ? തന്നെ കാമുകനുമായി രഹസ്യമായി ഭാഷണം നടത്തുന്നതായ ചെറുപ്പക്കാരികളില്ലയോ? തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് കാമുകനുമായി രഹസ്യമായി ഭാഷണം നടത്തുന്ന 40-ന്റെയും 50-ന്റെയും വയസ്സുള്ളതാകുന്ന സഹോദരിമാരില്ലയോ? സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് കാമുകനുമായി രഹസ്യമായി വേഴ്സ് നടത്തുന്ന സഹോദരിമാരില്ലയോ? ഭർത്താവിന്റെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോൾ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് മറ്റൊരു ചെറുപ്പക്കാരനുമായി ചങ്ങാത്തം പുൽകുന്ന സഹോദരിമാരില്ലയോ? ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞപ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണുമായി ചങ്ങാത്തം പുൽകിയതാകുന്ന ചെറുപ്പക്കാരില്ലയോ? എല്ലാ ആളുകളെയും കൊണ്ടുവരുന്ന സ്ഥലമാണ് മഹ്ശറ. മഹ്ശറ അത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവന്ന് വിചാരണ കഴിഞ്ഞ് കൊണ്ടുപോയി ഇടുന്ന സ്ഥലമാണ് കത്തിച്ചൊലിക്കുന്ന നരകമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മഹ്ശറയിൽ എന്നോടൊപ്പം ആളുകളുണ്ട്, നരകത്തിൽ എന്നോടൊപ്പം ദുഷിച്ച ആളുകളുണ്ട്. ഇവിടെയൊന്നും എനിക്ക് പേടിക്കേണ്ടതില്ല, എന്നെ കുറിച്ച് ഭയപ്പാടില്ല. അരടിമണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിലേക്ക് പാവപ്പെട്ട ഉസ്മാനെ കൊണ്ടുപോയി വച്ചാൽ ഒരാൾ പോലും എന്റെ ഖബറിൽ എനിക്ക് തുണയുണ്ടാവുകയില്ല. ഖബറിൽ ഞാൻ ഒറ്റക്കാണ്. ഖബറിൽ ഞാൻ ഒറ്റക്കാണ് നേരിടേണ്ടി വരിക. ഒരാൾ പോലും എന്നോടൊപ്പം തുണ വരാത്ത സ്ഥലമാണ് ഖബർ. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത സുഹൃതമല്ലാതെ, ഞാൻ നമസ്കരിച്ചതാകുന്ന നമസ്കാരങ്ങളല്ലാതെ എനിക്ക് തുണ വരൂല. അതുകൊണ്ടാണ് ഖബർ കേൾക്കുമ്പോൾ കരയുന്നത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഏത് വ്യക്തിയെ കൊണ്ടുപോയ ഖബറിൽ വെച്ചാലും മഹാനവറുകൾ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുകയാണ്, അല്ലയോ ഖബറിൽ കിടക്കുന്ന ഏകാന്തപതികനായ മനുഷ്യ, ഏകനായി ജീവിക്കുന്ന മനുഷ്യ, ഈ ഖബറിൽ നീ രക്ഷപ്പെട്ടാൽ, ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, ഇതിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, ഇതിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, ഇതിനുള്ള ചോദ്യോത്തര വേളകളിൽ നിന്ന് നീ രക്ഷപ്പെട്ടാൽ, മുൻഗണനക്കീരിന്റെ ചോദ്യങ്ങൾക്ക് പരിപൂർണമായി ഉത്തരം പറയാൻ നിന്നെ കൊണ്ട് സാധിച്ചാൽ, ബഹുമാനെന്ന് മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകളെ രേഖപ്പെടുത്താൻ പറയുമ്പോ മദീനയിലേക്ക് വിരൽ മുക്കിക്കൊണ്ട് നന്മകൾ രേഖപ്പെടുത്താൻ നിനക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ സുബ്ഹാനല്ലാഹ് മാഷാ അല്ലാഹ് തൻജു മിൻ അളീമതി, എല്ലാ വർണ്ണമായ ശിക്ഷകളിൽ നിന്ന് നീ രക്ഷപ്പെട്ടവനാണ്. വഇല്ലാ ഫഇന്നി ലാ ഇഖാലുക നാജിയാ. ഈ ഖബറിന്റെ ചോദ്യത്തിൽ നിന്ന്, ഇതിന്റെ ബുദ്ധിമുട്ടിൽ നിന്ന്, ഇതിന്റെ പ്രയാസത്തിൽ നിന്ന്, ഇതിന്റെ ചോദ്യോത്തരങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ റഹ്മാനെന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ പറഞ്ഞപ്പോ ഓമനീര് വിരൽ മുക്കിക്കൊണ്ട് കഫൻകുടയിലേക്ക് തിന്മകളാണ് നീ രേഖപ്പെടുത്തിയത് എങ്കിൽ നിന്റെ കാര്യം അപകടമാണ്. വഇല്ലാ ഫഇന്നി ലാ യഖാലുക നാജിയാ. അല്ലയോ ഖബറിൽ കിടക്കുന്ന സഹോദരാ, നിന്നെ കുറിച്ച് ഇനി അങ്ങോട്ട് രക്ഷപ്പെട്ടവനാണെന്ന് പറയാൻ ഈ ഉസ്മാനിനെ കൊണ്ട് പറ്റൂലെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഓരോ വ്യക്തിയുടെ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പാടുകയാണ്. ആർക്ക് വേണ്ടിയാണ്? ഇനി ശേഷം വരുന്ന ആളുകളെന്ന് മനസ്സിലാക്കണേ, ഖബർ ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ സ്ഥലം, ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും മോശപ്പെട്ട സ്ഥലം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതിൽ
അള്ളാഹു ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. ഇത് മൂന്നാം ലോകമാണ്, അടുത്ത ലോകമാണ്. അതിലേക്ക് നമ്മൾ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കാൻ ഏത് സെക്കൻഡും അങ്ങോട്ട് പോകാം. നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ വാപ്പ ഉമ്മ കുടുംബാദികളൊക്കെ ഇപ്പോൾ ആ മൂന്നാമത്തെ ഘട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ആ കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാം ഘട്ട ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്ര നാളവസ്ഥാതെ പറയാനൊക്കൂല. ഓരോരുത്തർക്കും ഏറ്റക്കുറച്ചിലാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഖബറിൽ കിടക്കുന്ന ആളുകൾ എത്രയാണ്? സുബ്ഹാനല്ലാഹ്, കോടിക്കണക്കിന് ജനവിഭാഗങ്ങൾ ഖബറിനകത്തുണ്ട്. ഇപ്പോഴും അടുത്ത ഘട്ടത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ നിലകൊള്ളുക. നമ്മളിപ്പോഴും രണ്ടാമത്തെ ഘട്ടമാണ്, ആലമു ദുന്യയിലാണ്. ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മരണത്തോടുകൂടി ആ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തും. അവിടെ നിന്ന് പിന്നീട് നമ്മൾ പോകുക നാലാം ഘട്ടമാണ്. 5 ഘട്ടങ്ങളിൽ നാലാമത്തെ ഘട്ടം ആലമുൽ ഹശ്റാണ്, മഹ്ശറയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നാലാമത്തെ ഘട്ടം അതാണ് മഹ്ശറ ലോകം. അതൊരു മറ്റൊരു ലോകമാണ്. ലോകമാണ് ആലമുൽ ഹശ്ർ, മഹ്ശറ ലോകം. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന സ്ഥലമാണ് മഹ്ശറ. മഹ്ശറ കത്തിയാളെന്ന നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന സ്ഥലമാണ് മഹ്ശറ എന്നറിയണേ, അറിയണേ. നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തും. സുബ്ഹാനല്ലാഹ്. സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് വിചാരണ നടത്തും. മഹ്ശറ ലോകം എന്ന് പറഞ്ഞാൽ അതാണ്. മഹ്ശറ തുടങ്ങണമെങ്കിൽ, വിചാരണ തുടങ്ങണമെങ്കിൽ തന്നെ നരകം വരണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നരകം കൂടി വരണം, നരകത്തെ കൊണ്ടുവരപ്പെടും മഹ്ശറയിലേക്ക്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളൂ ഇൻഷാ അല്ലാഹ്. എല്ലാവരും നല്ലൊരു സ്വതക്ക കൊടുക്കണം. അല്ലാഹു നമ്മുടെ സ്വതക്കകളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു നിറവേറ്റി തരുമാറാവട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അല്ലാഹു നമ്മേവരെയും കാത്തിരക്ഷിക്കട്ടെ. ഉറക്കാമേം പറയും, അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്, ആബിദീങ്ങളാക്കണേ അല്ലാഹ്, ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട്, അസൂയാലുക്കളുടെ അസൂയ തൊട്ട്, മരണം ചെയ്യുന്നവരുടെ മരണത്തെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സ്വതക്കയായി ഞങ്ങളുടെ സ്വതക്കയെ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മുടെ സ്വതക്കകളെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ലൊരു സ്വതക്ക കൊടുക്കും. അല്ലാഹു നമ്മുടെ സ്വതക്കകളെ കബൂലാക്കുമാറാവട്ടെ. നാലാമത്തെ ഘട്ടം അതാണ്. പക്ഷെ അതെല്ലാവരുടെയും കയ്യിൽ ഓരോ കവർ നൽകും നല്ല സംഘാടകർ. എല്ലാവരും നല്ല രീതിയിൽ ഇൻഷാ അല്ലാഹ് ഖൈറായ നിലയ്ക്ക് നല്ലൊരു സ്വതക്ക നൽകി അല്ലാഹു നമ്മുടെ സ്വതക്കകൾ സ്വീകരിക്കുമാറാവട്ടെ. നാളെ വരുമ്പോ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വഅലിന്റെ സദസ്സുമാണ്, ദുആഇന്റെ സദസ്സുമാണ്, സമാപന ദിവസവുമാണ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് വരുമ്പോൾ ആ കവറിൽ നല്ലൊരു സംഖ്യ കൊണ്ടുവരും. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു നിറവേറ്റി തരുമാറാവട്ടെ. നമ്മുടെ മക്കളെ എല്ലാം അല്ലാഹു സാലിഹീങ്ങളിലും ആബിദീങ്ങളിലും ഹാഫിളീങ്ങളിലും അല്ലാഹു ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കും. വേറെ നമ്മൾ കളി തമാശ ഒന്നും പറയുന്നില്ല. ഖുർആനും ഹദീസും ഓതി കുറച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ അല്ലാഹു നമ്മളെ ഈ സദസ്സ് സ്വീകരിക്കട്ടെ. നാഫിയായാലും അല്ലാഹു എത്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാലാമത്തെ ഘട്ടം ആലമുൽ ഹശ്റാണ്, മഹ്ശറ ലോകമാണ്. നരകത്തെ മുന്നിൽ കൊണ്ടുവന്നിട്ടേ വിചാരണ തുടങ്ങൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞുവിടുമത്രേ, നരകത്തെ കാക്കുന്ന മലക്കായ മാലിക്കിന്റെ ചാരത്തേക്ക് പറഞ്ഞുവിടുകയാണ്, അല്ലയോ ജിബ്രീലേ നീ പോകണേ പോകണേ,
നരകത്തേക്കാകുന്ന മലക്കായ മാലിക് അലൈഹിസ്സലാമിനോട് പറയണേ, ഈ കത്തിച്ചൊലിക്കുന്ന നരകവുമായി മഹ്ശറിലേക്ക് കടന്നു വരാൻ അദ്ദേഹത്തോട് കൽപ്പിക്കണേ, നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി പറയണേ. മാലിക് അലൈഹിസ്സലാമിന്റെ സവിധത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചെല്ലുകയാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം മാലിക് അലൈഹിസ്സലാമിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറയുകയാണ്, യാ മാലികോ, അല്ലയോ മാലിക്കേ, മാലിക്കേ, ഖദ് അമറ റബ്ബുക അൻ തഹ്ളുറ ബിജഹന്നമ. കത്തിച്ചൊലിക്കുന്നതായ നരകവുമായി അല്ലാഹുവിന്റെ തിരുഹദ്റത്തിലേക്ക് വരാൻ അല്ലാഹു നിന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. മാലിക് അലൈഹിസ്സലാം ഉടനെ ജിബ്രീലിനോട് ചോദിക്കുമത്രേ, അയ്യോ യൗമിൻ ഹാദാ, ഇതേത് ദിവസമാണ് ജിബ്രീലേ, ഇതേത് ദിവസമാണ് ജിബ്രീലേ? ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ മറുപടി നൽകുമത്രേ, ഹാദാ യൗമുൽ ഖിയാമ യൗമുൽ ഹസ്റതി വന്നദാമ. ഇതാണ് ദുഃഖത്തിന്റെ നാള്, ഇതാണ് വിരഹത്തിന്റെ നാള്. ഈ ദുന്യാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടിയ നാളുകൾ വിഷമിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇത് സർവ്വലോക സംരക്ഷകനായ പരിപാലകനായ റബ്ബ് ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങൾക്കും നന്മ തിന്മകൾക്ക് പ്രതിഫലം നൽകുന്ന ദിവസമാണ്, ദിവസമാണ്. വല്ലാത്തൊരു രംഗമാണത്, വല്ലാത്തൊരു രംഗമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാലിക് അലൈഹിസ്സലാം ഉടനെ ജിബ്രീലിനോട് വീണ്ടും ചോദിക്കുകയാണ്, അഹ്ളറല്ലാഹുൽ ഖലായിക കുല്ലിഹിം, എല്ലാ സൃഷ്ടികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാ സൃഷ്ടികളെയും മഹ്ശറയിലേക്ക് അല്ലാഹു കൊണ്ടുവന്നിട്ടുണ്ടോ? പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പഠിച്ചു വെക്കണേ. വേങ്ങരയിലുള്ള ഓരോ മുസ്ലിം സഹോദര സഹോദരിമാരും ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ട ഭാഗമാണ്. നാലാമത്തെ ഘട്ട ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. നരകം കൂടി വരാതെ ആ ഘട്ടം തുടങ്ങുകയില്ലത്രേ. ആ നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചിരിക്കുകയാണ്. നരകത്തെ കാക്കുന്ന മലക്കായ മാലിക്കിന്റെ ചാരത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അവിടെ നടക്കുന്ന സംഭാഷണങ്ങളാണ്. മാലിക് അലൈഹിസ്സലാം ചോദിക്കുകയാണ്, അല്ലയോ ജിബ്രീലേ, ജിബ്രീലേ, അഹ്ളറല്ലാഹുൽ ഖലായിക കുല്ലിഹിം, എല്ലാ സൃഷ്ടികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ പറയുകയാണ്, നഅം വഹും വഖിഫൂന ബൈന യദയിൽ ജബ്ബാർ. അവരെല്ലാവരും അല്ലാഹുവിന്റെ തിരുസവിധത്തിൽ ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറബിന്റെ സവിധത്തിൽ നിൽപ്പുണ്ട്. മാലിക്കേ, നീ നരകവുമായി കടന്നു വരണേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും പറയുകയാണ്. നരകത്തേക്കാക്കുന്ന മലക്കായ മാലിക് അലൈഹിസ്സലാം വീണ്ടും ചോദിക്കുമത്രേ, ഐന മുഹമ്മദുൻ വ ദുരിയതുഹു, എവിടെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? എവിടെയാണ്? കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ്? വ ദുരിയതുഹു, അവിടുത്തെ സമുദായം എവിടെയാണ്? ഒന്ന് പറയണേ ജിബ്രീലേ. ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ പറയുകയാണ്, അവരെല്ലാവരും അല്ലാഹുവിന്റെ തിരുഹദ്റത്തിലാണ്. വീണ്ടും ഇലാ മാലിക് അലൈഹിസ്സലാം ചോദിക്കുകയാണ്, കൈഫ യസ്തതിഊൻ, കൈഫ യസ്തതിഊൻ ഇദാ ഖറബതു ഇലൈഹിം നാര ജഹന്നമ, എങ്ങനെയാണ് അവർക്ക് സഹിക്കാൻ കഴിയുക ജിബ്രീലേ? ഈ കത്തിച്ചൊലിക്കുന്നതായ നരകവുമായി ഞാൻ അവരുടെ മുന്നിലേക്ക് കടന്നു വന്നാൽ എങ്ങനെ മുത്തുനബിയുടെ സമുദായം സഹിക്കും ജിബ്രീലേ? വഹുമുൽ ളഅഫാഉൽ മുദ്നിബൂൻ, അവർ പാപികളല്ലേ, അവർ ദോഷികളല്ലേ, അവർ ബലഹീനരല്ലേ, അവർ ശരീരം ക്ഷയിച്ചവരല്ലേ? മുൻഗാമികളിലേക്ക് ചേർത്ത് നോക്കിയിട്ട്, ആദ് സമൂദ് ഗോത്രത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അവർ ബലഹീനരല്ലേ, ബലഹീനരല്ലേ? ശരിയാണ്, വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആദ് സമൂദ് ഗോത്രക്കാർ വല്ലാത്ത സൃഷ്ടികളാണ്, സൃഷ്ടികളാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്,
إرم ذات العماد التي لم يخلق مثلها في البلاد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد അലകൾ തുറന്നിട്ട് അതിനുള്ളിൽ കഴിഞ്ഞുകൂടിയിരുന്നതായ സമുദായമല്ലയോ സമൂദ് ഗോത്രക്കാര് സാലി നബിയുടെ സമുദായം അതായിരുന്നില്ലയോ ഹൂദ് നബി അലൈഹിസ്സലാമിനെ നിയോഗിച്ചതാകുന്ന ആദ് ഗോത്രക്കാരെ പറ്റി ഖുർആൻ പറയുകയാണ് അല്ലതീ ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് നബിയേ നബിയേ അതുപോലെ ഒരു പടപ്പിനെ ഈ ഭൂമുഖത്ത് ഞാൻ ഇന്നുവരെ പടച്ചിട്ടില്ല ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് അത്രമാത്രം അജാന ബാഹുക്കളാണ് അത്രമാത്രം പൊക്കമുള്ള സമൂഹമാണ് അതെന്ന ഗോത്രം വലിയ ആരോഗ്യമുള്ള ആളുകളാണ് സമൂതെന്ന ഗോത്രക്കാര് അവരിലേക്ക് ചേർത്ത് നോക്കിയിട്ട് മുത്തുനബിയുടെ സമുദായമാകും നമ്മൾ വളരെ ശയിച്ചവരാണ് അതുകൊണ്ട് നരകത്തെ കാക്കുന്ന മലക്ക് മാലിക് അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് എടുത്തു ചോദിക്കുകയാണ് കൈഫ യസ്തതിഊൻ എങ്ങനെയാണ് മുത്തുനബിയുടെ സമുദായത്തിന് സഹിക്കാൻ സാധിക്കുക ഇദാ ഖറബതു ഇലൈഹിം നാറ ജഹന്നമ ഈ കത്തിച്ചലിക്കുന്ന നരകവുമായി ഞാൻ മഹ്ശറിലേക്ക് കടന്നു വന്നാൽ എങ്ങനെ മുത്തുനബിയുടെ സമുദായം അത് സഹിക്കും ജിബ്രീലേ വല്ലാതെ ശയിച്ചവരല്ലേ അവർ പാപപങ്കുലമായ കരങ്ങളുമായി നിലകൊള്ളുന്നവരല്ലേ അവർ തെറ്റുകൾ ചെയ്തവരല്ലേ അവർ എങ്ങനെ ഈ നരകവുമായി ഞാൻ കടന്നു വന്നാൽ അതിന്റെ ചൂട് എങ്ങനെ മുത്തുനബിയുടെ ഉമ്മത്ത് സഹിക്കുമെന്ന് മാലിക് അലൈഹിസ്സലാം എടുത്തു ചോദിക്കുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി ഫയസ്ബുതു ജിബ്രീൽ മറുപടിയില്ല കാരണം ജിബ്രീലിനെ പോലും അറിയാം ഇത് വല്ലാത്തൊരു രംഗമാണ് നരകം മഹ്ശറിലേക്ക് വരുന്ന രംഗം ചെറുതല്ല ഭീതിതമായ രംഗമാണ് സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ റഹ്മാനായ റബ്ബിന്റെ ദാസന്മാർ അവർ ദുആ ചെയ്യുന്നത് വല്ലദീന യഖൂലൂൻ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനായ റബ്ബിന്റെ ദാസന്മാരുടെ അടയാളങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ എണ്ണി പറയുകയാണ് രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ ഉടനെ അവർ വിളിച്ചു പറയുമത്രേ അല്ലാഹ് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ജഹന്നം എന്ന നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ് നീ തിരിക്കണേ അല്ലാഹ് ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ വളരെ മോശമായ സങ്കേതമാണത് അല്ലാഹുവേ നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ റബ്ബേ എന്ന് റഹ്മാനായ റബ്ബിന്റെ ദാസന്മാർ അവർ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ അവർ പ്രാർത്ഥിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ കാരണം നരകത്തെ തൊട്ടുള്ള കാവൽ അത്രമേൽ പ്രധാനമാണ് അത് കഴിഞ്ഞാൽ പിന്നീട് നീ വരികയാണ് ബാങ്ക് വിളിക്കുന്നു സുബഹി നമസ്കാരത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ് രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ നരകത്തെ തൊട്ടുള്ള കാവൽ തേടിയിട്ട് സുബഹിയുടെ സുന്നത്ത് നമസ്കരിക്കാൻ ഒന്നില്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ പള്ളിയിലേക്കോ പുരുഷന്മാര് തയ്യാറെടുക്കുകയാണ് സുന്നത്ത് നമസ്കാരം സുബഹിയുടെ സുന്നത്ത് വലിയ ശ്രേഷ്ഠതയുള്ള സുന്നത്താണ് റവാത്തിബ് സുന്നത്തുകൾ അറിയാം നമുക്ക് ഫർള് നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾക്കാണ് റവാത്തിബ് സുന്നത്ത് എന്ന് പറയുന്നത് അല്ലേ അതിലേറ്റവും ശ്രേഷ്ഠമായ സുന്നത്താണ് സുബഹിയുടെ സുന്നത്ത് 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു നിസ്കരിക്കാൻ തൗഫീഖ് നൽകട്ടെ സുബഹി പോലും ഇല്ലാത്ത ഹൈവാനെ ഇത് കേൾക്കുന്നേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല
സുബഹിസ്കരിക്കുന്നില്ല. അങ്ങനത്തെ ആളുകൾ ഇത് കേട്ടിട്ട് എന്താ കാര്യം? സുബഹിയുടെ സുന്നത്താണ് ഈ പറയുന്നത്, വളരെ ശ്രേഷ്ഠമായ സുന്നത്താണ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കണേ, സുബഹിയുടെ സുന്നത്ത് ഒരാൾ നമസ്കരിച്ചു. ആദ്യത്തെ റക്അത്തിൽ അലം നശ്റഹ് സൂറത്തും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ മോദി. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫീൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീലും ഖുൽ ഹുവല്ലാഹു അഹദ് അഥവാ സൂറത്തുൽ ഇഖ്ലാസ് മോദി നമസ്കരിച്ചാൽ അന്നത്തെ ദിവസം ഒരു വിഷമവും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാവില്ല. ഒരു വേദനാജനകമായ ഒരൊന്നും അവന് കേൾക്കേണ്ടി വരില്ല. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ അമലിന് പറഞ്ഞതാണ്. നമ്മളൊരു വാദിന സദസ്സിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് അമലിന് കിട്ടണം. അതിനാണ് ഈ പറയുന്നത്. നമ്മൾ ഫനായും വസാദും ഒന്നും അല്ല പറയുന്നത്, ഇൽമാണ് ഈ പറഞ്ഞു തരുന്നത്. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. അല്ലാഹു നാഫിയായ ഇൽമ നൽകട്ടെ. നമസ്കാരം റാഹത്തായ നിലയിൽ നിർവഹിക്കുക. വീട്ടിൽ നമസ്കരിക്കുക. ലാ തജഅലൂ ബുയൂതകും മഖാബിറ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വീട്ടിൽ സുന്നത്ത് നമസ്കരിക്കണം പുരുഷന്മാർ. ദുഹാ നമസ്കാരം, ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ റസൂലുള്ള വീട്ടിലാണ് നമസ്കരിച്ചത്. റസൂലുള്ളാഹിന്റെ വീട് പള്ളിയുമായി ചേർന്നിട്ടാണ്. അതുകൊണ്ട് ഒന്നുകൂടി അത് സൗകര്യപ്രദമാണ്. നിന്റെ പള്ളി അല്പം അകലെയാണെങ്കിൽ നേരത്തെ പള്ളിയിൽ പൊയ്ക്കോളി, എന്നിട്ട് പള്ളിയിൽ തന്നെ നമസ്കരിക്കും. ഇല്ലെങ്കിൽ ആ നമസ്കാരത്തിന് തടസ്സം വരണ്ട. ചിലപ്പോൾ നീ വീട്ടിൽ നമസ്കരിച്ചിട്ട് പള്ളിയിലേക്ക് എത്തുമ്പോൾ ഫർദ് നമസ്കാരം തുടങ്ങി പോകുമെങ്കിൽ നീ പള്ളിയിൽ തന്നെ പോയി നമസ്കരിക്കലാണ് ഉത്തമം. അതല്ല സൗകര്യമാകുമെങ്കിൽ അൽഹംദുലില്ലാ വീട്ടിൽ തന്നെ നമസ്കരിക്കും. ഇനി അതല്ലാത്ത മറ്റു സുന്നത്ത് നമസ്കാരങ്ങൾ, ദുഹാ നമസ്കാരം, അവ്വാബീനായ നമസ്കാരങ്ങൾ, അവ്വാബീൻ നമസ്കാരം, വിത്ർ നമസ്കാരം, ഇതൊക്കെ കഴിയും വീട്ടിൽ നമസ്കരിക്കും. കഴിയുന്നവർ അതൊക്കെ ചെയ്യണം. വീട്ടിൽ സുന്നത്ത് നമസ്കാരം, ഖുർആൻ ഓതൽ. റസൂലുള്ളാഹി പറഞ്ഞ ഈ വാക്യത്തിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത്. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുതേ. ഖുർആൻ കൊണ്ട്, സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് വീട് സന്തോഷകരമാക്കണേ, ഹയാത്താക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതുമായിക്കോട്ടെ. അങ്ങനെ സുന്നത്ത് നിസ്കരിക്കാൻ ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് സൂറത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹറക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد مما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. ഒന്നാമത്തെ റക്അത്തിൽ ഈ രീതി രണ്ട് സൂറത്ത് അലം നശ്റഹ്, അതിനോടൊപ്പം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അതിന് രണ്ടിനും വ്യത്യസ്ത റിവായത്തുണ്ട്, ഹദീസ്. രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്ന് ഫാത്തിഹ ഓതി വീണ്ടും രണ്ട് സൂറത്ത്, സൂറത്തുൽ ഫീൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ഇങ്ങനെ നമസ്കരിച്ചാൽ കഴിഞ്ഞ സലാം വീട്ടി ഇങ്ങനെ ആരെങ്കിലും നമസ്കരിച്ചാൽ അവന് കിട്ടുന്ന നേട്ടം എന്താ? അന്നത്തെ ദിവസം ഒരു ടെൻഷനും ഉണ്ടാവൂല, ഒരു വേദനാജനകമായ ഒന്നും കേൾക്കേണ്ടി വരൂല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല. ഹദീസാൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വല്ലാ സുന്നതൈ സുബ്ഹി ബി അലം അലം ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലം സദഖ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആരൊരു സുബഹിയുടെ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിൽ അലം അലം എന്ന് തുടങ്ങുന്ന സൂക്തം കൊണ്ട് നമസ്കാരം നിർവഹിച്ചു,
അന്നത്തെ ദിവസം ഒരു വിഷമവും ഒരു വേദനയും ഒരു പ്രയാസവും അവനുണ്ടാവുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഈ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ തഹജ്ജുദ് നമസ്കരിച്ച ആളുകൾക്ക് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറയുന്നു, അതല്ല ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു നമസ്കരിക്കാത്തവർക്കും സുന്നത്തുണ്ട്, വലതുവശം ചെരിഞ്ഞൊരു കടത്തം സുന്നത്തുണ്ട്. തഹജ്ജുദ് നമസ്കരിച്ച ആളുകൾക്കും അല്ലാത്തവർക്കും വലതുവശം ചെരിഞ്ഞൊരു കടത്തം പഠിപ്പിക്കുന്നുണ്ട്. കടന്ന് അവിടെ കിടന്നങ്ങ് ഉറങ്ങി റാഹത്തായിട്ട് തലേണെ പുതപ്പിട്ട് ഉറങ്ങാറില്ല. ചെറിയൊരു കടത്തത്തിലൊരു ചെറിയ ദുആ ഉണ്ട്, അതിനാണ് കടക്കുന്നത്. അല്ലാതെ പള്ളിയിൽ രാവിലെ എന്നിട്ട് എല്ലാവരും സഫ് വിരിച്ച് റാഹത്തായിട്ടും കടക്കുക, സാബ് പറഞ്ഞു കടന്നോളാൻ പറഞ്ഞു, അതല്ല. ഇതൊരു ചെറിയൊരു കടത്തം, വലതുവശം ചെരിഞ്ഞ് വലത് കവിളത്തടത്തിന്മേൽ വലത് കൈ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കടക്കുക. റസൂലുള്ളാഹിന്റെ കടത്തം അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടൊരു ദുആ ഉണ്ട് അവിടെ. ആ ദുആ ആണ് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അതിനാണ് ഈ സുന്നത്ത് നിസ്കാരമൊക്കെ ഒന്ന് പറഞ്ഞത്. എന്താണ് ആ ദുആ? നരകത്തേറ്റിട്ടുള്ള കാവൽ തേട്ടമാണ്. നരകത്തേറ്റിട്ടുള്ള കാവൽ തേട്ടം. രാവിലെ എഴുന്നേറ്റപ്പോൾ ദുആ ഇരുന്നതാ, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഖറാമ ഇന്നഹാ സഅത് മുസ്തഖറൻ മുഖാമ. ദുആ ചെയ്തിട്ടാ പള്ളിയിലോട്ട് വന്നത്. പള്ളിയിൽ വന്നിട്ട് വീണ്ടും തുടങ്ങുക. സുന്നത്ത് നമസ്കാരം കഴിഞ്ഞു. അത് കഴിഞ്ഞ് വലതുവശം ചേർന്ന് ഇങ്ങനെ കടക്കുക. എന്നിട്ട് കവിളുത്തടം വെച്ച് ചേർത്ത് ഇങ്ങനെ വെച്ചിട്ട് അവിടെ വെച്ച് ദുആ. ഏതാണ് ദുആ? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുമ്മ ബിഹഖി ജിബ്രീല വമീകായീല വഇസ്റാഫീല വഅസ്റായീല വഹമലത്തിൽ അർശി വമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അജ്റനീ മിനന്നാർ. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. വേങ്ങരയിലുള്ള ഓരോ സഹോദര സഹോദരിമാരും നാളത്തെ പ്രഭാതം മുതൽ സുബഹിയുടെ സുന്നത്ത് മുതൽ അമൽ കൊണ്ടുവരേണ്ടതായ ദുആണ്. പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അറിവുള്ളവർ അറിയാത്തവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കണേ. നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടമാണ്, തേട്ടമാണ്. അല്ലാഹുമ്മ ബിഹഖി ജിബ്രീല വമീകായീല വഇസ്റാഫീല وعزرائيل وحملة العرش ومحمد صلى الله عليه وسلم اللهم أجرني من النار. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നമസ്കാരം കഴിഞ്ഞ് വലതുവശം ചെരിഞ്ഞിട്ട് വലത് കവിളുത്തടത്തിലേക്ക് നിന്റെ വലത് കൈയുടെ ഉള്ളം കൈ ചേർത്ത് വെച്ചുകൊണ്ട് കടക്കണേ. കടന്നിട്ട് നീ ദുആ ചെയ്യണേ, അല്ലാഹുവേ പടച്ച റബ്ബേ, ജിബ്രീലിന്റെ ബറക്കത്തുണ്ട്, ഇസ്രാഫീലിന്റെ ബറക്കത്തുണ്ട്, മീകായിലിന്റെ ബറക്കത്തുണ്ട്, അസ്റായിലിന്റെ ബറക്കത്തുണ്ട്, നിന്റെ അർശിനെ വലയം ചെയ്യുന്ന മലായികത്തുകളുടെ ബറക്കത്തുണ്ട്, ഈ ഹബീബിന്റെ ബറക്കത്തുണ്ട്. ലോകത്തിന്റെ നായകൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഗ് ബറക്കത്തുണ്ട്. അല്ലാഹ് നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അജ്റനീ മിനന്നാർ. നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. ഇത് പറയാതെ നിന്റെ നമസ്കാരങ്ങൾ പോകാൻ പാടില്ല. ഇത് പറയാതെ നീ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഇത് പറയാതെ നീ ഫർളിലേക്ക് പോകാൻ പാടില്ല. ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ച ചര്യയാണ്, സഹാബത്ത് ചെയ്ത പ്രവർത്തനമാണ്, താബികൾ ചെയ്ത അമലാണ്, ഉലമാക്കൾ നമ്മളിലേക്ക് കൈമാറി തന്ന അമലാണ്. പഠിച്ചു വെക്കേണ്ട പാഠം ഇതാണ്. നരകത്തെ തൊട്ടുള്ള കവലാണ്. 3 പ്രാവശ്യം അവൻ ആവർത്തിക്കുകയാണ്, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. തീർന്നില്ല. രാവിലെ ഫർദ് നമസ്കരിക്കുകയാണ്, സുബഹി നമസ്കാരം നിർവഹിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ അവസാനത്തെ തഹിയ്യാത്ത് ഓതിക്കഴിഞ്ഞ ദുആ കഴിഞ്ഞിട്ട് ശേഷം 4 കാര്യങ്ങളെ കൊണ്ട് കാവൽ തേടാതെ നിങ്ങൾ സലാം വീട്ടരുതേ, സലാം വീട്ടരുതേ. എല്ലാ ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങളായിക്കോട്ടെ, എല്ലാ സുന്നത്ത് നമസ്കാരങ്ങൾ അവസാനത്തെ തഹിയ്യാത്തിൽ ഈ 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ
നിങ്ങളെ നമസ്കാരത്തിൽ നിന്ന് പിരിയരുതേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള ദുആ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലാഹുവേ, ഖബർ ശിക്ഷയെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. വമിൻ അദാബിൻ നാർ, വമിൻ അദാബിൻ നാർ, നരകീയ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാഹ്. നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടമാണ്, കാവൽ തേട്ടമാണ്. ഖബറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. രണ്ടാമതായി കാവൽ തേടുന്നത് വമിൻ അദാബിൻ നാർ, നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. തീർന്നില്ല ചെറുപ്പക്കാരാ, തീർന്നില്ല സഹോദരി. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും മരണാസന്ന വേളയിലുമുള്ള സർവ്വ ഫിത്നകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. ഇത് ഓരോ മുഅ്മിനും മുഅ്മിനത്തും നമസ്കാരം സലാം വീട്ടുന്നതിന് മുമ്പ് അവസാനത്തെ ദുആയി കൊണ്ടുവരണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അവസാനത്തെ തഹിയ്യാത്തിൽ പ്രത്യേകം സുന്നത്തായ ദുആ. ഇത് റസൂലുള്ളാഹി ചെയ്യാതിരുന്നിട്ടില്ല, റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ചെയ്യാതിരുന്നിട്ടില്ല. മനസ്സിലാക്കണം. അവ ഫർള് നിസ്കരിക്കുന്നു, ആ ഫർള് നിസ്കരിക്കാൻ രാവിലെ എഴുന്നേറ്റുള്ളൂ, ആ നമസ്കാരത്തിൽ സലാം വീട്ടുമ്പോഴും നീ നരകത്തെ തൊട്ടുള്ള കാവൽ നേടുക. മനസ്സിലാക്കണം. നമ്മൾ അറിയണമല്ലോ, അറിയുമ്പോഴേ നമുക്ക് ഇതനുസരിച്ച് അമലുണ്ടാകും. മറ്റേതിങ്ങനെ ഇരുന്നിട്ട് ക്ലോക്കെ നോക്കിയിട്ട് ഹൈവാൻ എപ്പോഴാണ് ദീർഘ നിസ്കാരം പഠിച്ചവനെ എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുക, എന്ന് തീർന്നു കിട്ടാൻ മതി. ഇതറിയണ്ടേ, നമ്മൾ ഇതിന്റെ വലിപ്പം പറഞ്ഞാലല്ലേ നാളെ മുതൽ നമുക്ക് അമൽ ചെയ്യുമ്പോൾ റാഹത്തുണ്ടാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല. സുബഹി നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാലും മഗ്രിബ് നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാലും അഥവാ പ്രഭാതത്തിലും പ്രദോഷത്തിലും 10 പ്രാവശ്യം നീ ചൊല്ലണേ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. മുഅ്മിനായ മനുഷ്യ, നിന്റെ എല്ലാ ചെറുഭാഗങ്ങളും അല്ലാഹു പൊറുക്കുമത്രേ. 10 പ്രാവശ്യം ആരൊരുവൻ ഇത് ചൊല്ലിയോ അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കുന്നതാണ്. വൈകാനത്ത് മിസ്ല സബദിൽ ബഹർ, ഇമാം തിർമിദി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, എത്രയെത്ര പാപങ്ങളാണ് നിനക്കുള്ളത്. സുബ്ഹാനല്ലാഹ്, സമുദ്രത്തിലെ നുരകൾക്ക് പതകൾക്ക് സമാനമായിട്ടാണ് പാപമുള്ളതെങ്കിലും ആ പാപം മുഴുവനും അല്ലാഹു പുറത്തു നൽകുമേ 10 പ്രാവശ്യം ഈ ദിക്ർ നൽകിയാലെന്ന് ഹബീബായ റസൂലുള്ളാഹി. അത് കഴിഞ്ഞ് നീ വീണ്ടും ചോദിക്കുകയാണ് 7 പ്രാവശ്യം അല്ലാഹുനി മിനന്നാർ, നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഒക്കെ ജീവിതത്തിലുണ്ട്, നമ്മൾ അറിയുന്നില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ തുടങ്ങും. പ്രഭാതത്തിലുണ്ട്, പ്രദോഷത്തിലും, സുബഹി നിസ്കരിച്ചതിന് ശേഷം, മഗ്രിബിന് ശേഷം. വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് പള്ളിയിൽ പോയി, അപ്പോൾ ഇതാ ഇമാം മിമ്പറിൽ നിന്ന് ആകെ 3 വട്ടം ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ. എന്തുകൊണ്ടാണ് നരകം അത്രമേൽ പ്രധാനമാണ്? പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഉഖിദന്നാറു അൽഫ സനാ ഹത്ത ഹമറത് ثم ഉഖിദ അൽഫ സനാ ഹത്ത ബിയളത് ثم ഉഖിദ അൽഫ സനാ ഹത്ത സവതത് വഹിയ സൗദാഉൻ മുظلما. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബാ, നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ നരകത്തെ കുറിച്ച് നിങ്ങൾ ചെറുതായി കാണരുതേ. 2 വിറകുകൊള്ളികൾ ചേർത്ത് വെച്ചിട്ട് കത്തിക്കുന്നതാണ് നരകമെന്ന് ധരിക്കരുതേ. ഉഖിദന്നാറു അൽഫ സനാ
നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 കൊല്ലം കത്തിച്ചു അത്രേ. നരകത്തിന്റെ സൃഷ്ടിപ്പ് റസൂലുള്ള ലോകത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്. കാതുള്ളവരെ ഒന്ന് സാധൂതം ശ്രദ്ധ നിർത്തി കേൾക്കണേ. ഈ ദുനിയാവിൽ കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാരില്ലയോ, സിഗരറ്റ് വലിക്കുന്ന ഉപ്പമാരില്ലയോ, സിനിമ കാണുന്ന സഹോദരങ്ങളില്ലയോ, സീരിയൽ അടിമപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരുകളില്ലയോ, സിനിമാ നടന്മാരും സലിമാരും അവരെന്ത് ചെയ്താലും അത് ചെയ്യാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നതായ ആളുകളില്ലയോ. പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ആർക്ക് വേണ്ടിയാണ് നരകത്തെ സൃഷ്ടിക്കപ്പെട്ടത്? ആ നരകത്തിൻ്റെതാകുന്ന സൃഷ്ടിപ്പിന്റെ കോലം അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 കൊല്ലം നിരന്തരമായി കത്തിച്ചു അത്രേ. നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു പോയത്രേ. നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു കൊടുത്തിരിക്കുകയാണ്. 1000 കൊല്ലം നിരന്തരമായി കത്തിച്ച നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു പോയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൻ്റെതാകുന്ന കത്തിക്കൽ നിർത്തുന്നില്ല, നിർത്തുന്നില്ല. മലക്കുകളോട് അല്ലാഹു പറയുകയാണ്, വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ സജ്ജമാക്കുകയാണ്. ആർക്ക് വേണ്ടിയാണ് സഹോദര? ഈ ദുനിയാവിലെ റബ്ബ് പറഞ്ഞതനുസരിക്കാതെ നിലകൊണ്ട ആളുകളില്ലയോ, കള്ളു കുടിച്ചുകൊണ്ട് നിലകൊണ്ടവരില്ലയോ, ശീലമാക്കപ്പെട്ട ശീലങ്ങൾ സമൂഹത്തിലേക്ക് പടർത്തിക്കൊണ്ടിരുന്ന ആളുകളില്ലയോ, വിചാരശാലകളിലേക്ക് മാംഗ്ലൂരിലേക്ക് വാഹനം കയറിക്കൊണ്ട് പോയതാകുന്ന ചെറുപ്പക്കാരില്ലയോ, സ്വന്തം ഭാര്യ മറന്നുകൊണ്ട് കാമുകിയുമായി രഹസ്യമായി വേഴ്ച നടത്തിക്കൊണ്ടിരുന്ന ആളുകളില്ലയോ. ഇതാ മനുഷ്യാമാനവ, നിനക്ക് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ച നരകത്തെ പറ്റി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. 2000 കൊല്ലം നിരന്തരമായി നരകത്തെ അല്ലാഹു കത്തിച്ചു അത്രേ. നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തുപോയി എന്ന് ഹബീബായ റസൂലുള്ളാഹി. 1000 കൊല്ലം കത്തിച്ചതാകൽ നരകത്തിന്റെ നിറം അത് ചുവപ്പായിരുന്നു. 2000 കൊല്ലം നിരന്തരമായി കത്തിച്ചപ്പോ ആ ചുവപ്പുമാര് വെളുപ്പായി മാറി സാബ. അല്ലാഹു കത്തിക്കൽ നിർത്തുന്നില്ല. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. പഠിച്ചു വെക്കേണ്ട പാഠമാണ്, ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. 3000 കൊല്ലം നിരന്തരമായി രാവും പകലും അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് കത്തിക്കുന്നത് സഹോദര? നീ മനസ്സിലാക്കിയതുപോലെ 2 വിറകുള്ളുകൾ ചേർത്ത് വെച്ചുകൊണ്ട് കത്തിക്കുന്നതായി നരകത്തെ കാണരുതേ, കാണരുതേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വലൗ ജുമിഅ ഹതബുദ് ദുനിയാ കുല്ലഹാ, വലൗ ജുമിഅ ഹതബുദ് ദുനിയാ കുല്ലഹാ لكان الجزء الواحد من أجزاء جهنم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങൾ മുഴുവനും, ലോകത്തുള്ളതാകുന്ന സർവ്വ സസ്യലതാദികളും വൃക്ഷലതാദികളും മുഴുവനും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് കത്തിച്ചാലും ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ, ജഹന്നമ നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് സാബ, അത് ചെറുതാണ് സാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി. മലപ്പുറം ജില്ലയിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, കേരളത്തിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, ലോകത്തുള്ളതാകുന്ന സർവ്വവൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും വലൗ ജുമിഅ ഹതബുദ് ദുനിയാ കുല്ലഹാ ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ, ജഹന്നമിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് സാബ, അത് ചെറുതാണ് സാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആ നരകത്തിൻ്റെതാകുന്ന ചൂട് എത്രമാത്രം കഠിനമാണെന്ന് ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഒന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നിന്റെ ഊഹാഭൂഹങ്ങൾക്കപ്പുറം, നിന്റെ ചിന്തകൾക്കപ്പുറമാണ് നരകമെന്ന് കരുതണേ. 3000 വർഷം രാവും പകലും നിരന്തരമായി കത്തിച്ചപ്പോ നരകത്തിന്റെ നിറം കറുത്തുപോയി എന്ന് ഹബീബായ റസൂലുള്ളാഹി.
وهي سوداء مظلمة وهي سوداء مظلمة വല്ലാതെ കറുകറുത്തു പോയി സാബ. ആര് കണ്ടാലും പേടിക്കുന്ന കോലമാണ്, ആര് കണ്ടാലും ഭയക്കുന്നതായ കോലമാണ്. കറുകറുത്തതാകുന്ന പുകപടലത്തോടുകൂടിയുള്ളതായ നരകമാണ്, നരകമാണ്, നരകമാണ്. അർളുഹാ മിൻ റസാസ് വസഖഫുഹാ മിൻ നുഹാസ് വഹീതാനുഹാ മിൻ കിബരീത്. ആ നരകത്തിന്റെ താഴ്ഭാഗം അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഈയത്തിനാലാണ് സാബ. നരകത്തിന്റെ താഴ്ഭാഗം ഈയമാണ്. വസഖഫുഹാ മിൻ നുഹാസ്. നരകത്തിന്റെ മുകൾ ഭാഗമോ അതിന്റെ മച്ചല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് കോൺക്രീറ്റിനാലല്ല, ചെമ്പിനാലാണ്, ചെമ്പിനാലാണ്. അഥവാ ചൂട് വന്നാൽ പിന്നെ ചൂടിനെ തടഞ്ഞു നിർത്തുകയാണ്, പുറത്തേക്ക് പോകൂല, ഇരട്ടി ഇരട്ടി ചൂടായി മാറുകയാണ്. അതിന്റെ ചുറ്റുഭാഗം മുഴുവനും ഗന്ധകമാണ് സാബ, പുകപടലമാണ് സാബ. ആര് കണ്ടാലും പേടിക്കുന്നതായ നരകമാണ്. ആ നരകത്തിന്റെ ഭാഗത്തേക്കാണ് നരകത്തെ കാക്കുന്ന മാലിക് അലൈഹിസ്സലാം നീങ്ങി നിന്നുകൊണ്ട് നരകത്തെ വിളിക്കുകയാണ്. യാ നാറു ഖൂമി യാ നാറു ഖൂമി. മാലിക് അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹു ഇദാ നരകവുമായി മഹ്ശറിലേക്ക് വരാൻ പറഞ്ഞതിന്റെ പേരിൽ നാലാം ഘട്ട ജീവിതം മനുഷ്യന് തുടങ്ങണമെങ്കിൽ ഈ നരകം കൂടി എത്തണമത്രേ, നരകം കൂടി വരണമത്രേ. അതിനുവേണ്ടി ഇതാ നരകത്തെ വിളിക്കുകയാണ്. യാ നാറു ഖൂമി. നരകമേ ഒന്ന് എഴുന്നേൽക്കണേ, നരകമേ ഒന്ന് എഴുന്നേൽക്കണേ, എഴുന്നേൽക്കണേ. ഫയഖൂമു അലാ അർബഅത്തി ഖവായിം ഫയഖൂമു അലാ അർബഅത്തി ഖവായിം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നരകം അതിന്റെ 4 കാലുകളുടെ മേൽ എഴുന്നേറ്റ് നിൽക്കുമത്രേ. ഇരുകാലിയാകുന്ന മനുഷ്യനിതാ അവനെ ശിക്ഷിക്കാൻ വേണ്ടി അവൻ അല്ലാഹുവിനെ അറിയാതെ നടന്നവനാണ് എങ്കിൽ, അവനെ പടച്ചറപ്പിനെ മനസ്സിലാക്കി നടന്നവനാണ് എങ്കിൽ, അറിഞ്ഞും അറിയാത്തതുപോലെ രഹസ്യമായ നിലയിൽ തെറ്റുകൾ ചെയ്തുകൊണ്ടും പരസ്യമായ രീതിയിൽ ദോഷകുറ്റങ്ങൾ ചെയ്തുകൊണ്ടും നടന്നവനാണ് എങ്കിൽ അവനെ ഇതാ നരകത്തിലേക്ക് വലിച്ചെറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 കാലുള്ള നരകത്തെ പടച്ചിരിക്കുകയാണ്. തഖൂമു അലാ അർബഅത്തി ഖവായിം. 4 കാലുകളുടെ മേൽ നരകമങ്ങ് മഹ്ശറിൽ എഴുന്നേറ്റ് നിൽക്കുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വഹിയ ഫിൽ മഹല്ലിൽ ലദീ ഖലഖഹ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണോ നരകത്തെ പടച്ചത് ആ സ്ഥലത്ത് തന്നെ നരകം നിലകൊള്ളുകയായിരുന്നു. അവിടെ നിന്ന് നരകത്തിലാ മഹ്ശറിലേക്ക് വരാൻ വേണ്ടി 4 കാലുകളുടെ മേൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. വബൈന കുല്ലി ഖായിമത്തിൻ മസീറത്തു അൽഫി ആം. ഓരോ കാലുകൾക്കിടയിൽ 1000 വർഷം വഴിദൂരമാണ്, വഴിദൂരമാണ്. നരകത്തിന്റെ ഒരു കാലിൽ അടുത്ത കാലിലേക്കുള്ള വഴിദൂരം അതിശീഘ്ര ഗമനമാകുന്ന ഒരു കുതിര എടുത്തുകൊണ്ട് ഒരു കാലിൽ അടുത്ത കാലിലേക്ക് നീ ഓടിച്ചാൽ 1000 വർഷം കഴിയുമത്രേ രണ്ടാമത്തെ കാലിലേക്ക് എത്താനെന്ന് ഹബീബായ റസൂലുള്ളാഹി. 4000 വർഷങ്ങളെടുക്കും നരകത്തിന്റെ 4 കാലുകൾ ചുറ്റിവരാൻ. അത്രമാത്രം ഭീകരമാണ് നരകത്തിന്റെ നീളം, അത്രമാത്രം വ്യാസമാണ് സ്വഹാബ. ആ നരകം എഴുന്നേൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മഹ്ശറിൽ നിൽക്കുന്ന ജനകോടികൾ മുഴുവനും ദൂരെ നിന്നുകൊണ്ട് നരകത്തെ നേർക്ക് നേരെ കാണുകയാണ്. 30,000 തലകളാണ് നരകത്തിനുള്ളത്. ഓരോ തലകളിലും 30,000 വായകളാ, 2 ചുണ്ടുകളാണുള്ളത്. മുകളിലത്തെ ചുണ്ടിൽ തന്നെ 1000കണക്കിന് ചങ്ങലകളാണുള്ളത്. ആ ചങ്ങലകൾ തന്നെ 70,000 കടിഞ്ഞാണുകളാ. വലഹാ 70,000 സിമാ.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പേടിച്ചു പോകുന്ന രംഗമാണ് സഹാബ. 70,000 കടിഞ്ഞാണുകളാണ് നരകത്തിനുള്ളത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആ നരകത്തെ സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ, ആ നരകവുമായി ബന്ധപ്പെട്ട മലക്കുകൾ പിടിച്ചുകൊണ്ട് വരുകയാണ്. അലൈഹാ മലായിക അലൈഹാ മലായികത്തുൻ ശിദാദ് അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ പരിപൂർണമായി ചെയ്യുകയും ചെയ്യുന്ന, അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായി തൃണവൽഗണിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നതായ മലക്കുകളാണ് ആ നരകത്തെ വലിച്ചുകൊണ്ട് മാലിക് അലൈഹിസ്സലാമിന്റെ അകമ്പടിയോടി മഹ്ശറിലേക്ക് കടന്നു വരുന്നത്. അതൊരു വല്ലാത്ത രംഗമാണ് സഹാബ. 3000 വർഷം നിരന്തരമായി കത്തിച്ചതാകുന്ന നരകമാണ്. 4 കാലുകളുള്ള നരകമാണ്. ഒരു കാല് അടുത്ത കാലിലേക്ക് 1000 വർഷം വഴിദൂരമുള്ള ഭീകരമായ നരകമാണ്. 30,000 തലകളുള്ള നരകമാണ്. ഓരോ തലകളിലും 30,000 വാഴകളുള്ള നരകമാണ്. 2 ചുണ്ടുകളുള്ള നരകമാണ്. മുകളിലത്തെ ചുണ്ടിൽ തന്നെ 1000കണക്കിന് ചങ്ങലകൾ ഘടിപ്പിച്ച നരകമാണ്. 70,000 കടിഞ്ഞാനുള്ള നരകമാണ്. ഓരോ കടിഞ്ഞാണുകളും മലക്കുകളിൽ നിന്നുകൊണ്ട് വലിക്കുകയാ മഹ്ശറയിലേക്ക് കൊണ്ടുവരുന്ന രംഗമാണ്. തർമീ ബിശറരിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. കൊട്ടാര സമാനമായിട്ടുള്ള തീപ്പൊരികളാണ് നരകത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരിക. മഞ്ഞ നിറത്തിലുള്ള ഒട്ടകങ്ങൾ കുതിച്ചു പായുന്നതുപോലെ നരകത്തിൽ നിന്ന് തീച്ചാളുകൾ പുറത്തേക്ക് വരുമേയെന്ന് വിശുദ്ധമായ ഖുർആൻ. അത്രമാത്രം ഭീകരമാകുന്ന നരകം. ആ 70,000-ഓളം വരുന്ന മലക്കുകളെ കയ്യിൽ നിന്ന് ആ കടിഞ്ഞാണുകൾ വിട്ടുപോകുകയാ. കപ്പിത്താനില്ലാത്ത കപ്പൽ കടന്നുകൊണ്ട് കടലിൽ ആഴിയിൽ കടന്നുകൊണ്ട് പതിക്കുന്ന പോലെ നരകമങ്ങ് ഇരമ്പുകയാണ്. മഹ്ശറയിലേക്ക് വല്ലാത്തൊരു ഭീകരമായ ശബ്ദത്തോടുകൂടി നരകം മഹ്ശറയിലേക്ക് വരുകയാണ്. വലഹാ സഫീറുൻ വശഹീഖ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നരകത്തിന് വല്ലാത്ത ഭീതിതമായ ശബ്ദമാണ്. വല്ലാത്തൊരു ഭീകരമായ ശബ്ദത്തോടുകൂടി മഹ്ശറയിലേക്ക് നരകം കടന്നു വരുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിലേക്ക് എത്തിയിട്ട് ആ നരകം ശാന്തമായി നിലകൊള്ളുകയാ. വതസ്ജുദു ബൈന യദയില്ലാഹ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിന്റെ മുന്നിൽ വന്നുകൊണ്ട് നരകം സുജൂദ് ചെയ്യുമത്രേ. അല്ലാഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് നരകം സുജൂദിൽ കിടക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്, ഖല്ലി ബൈനി വ ബൈന അസ്വാജി. അല്ലാഹുവേ പടച്ചറപ്പേ, എനിക്കും എന്റെ ഇണകൾക്കിടയിലും ഒന്ന് ചേർത്തി തരണേ അല്ലാഹ്. ഒന്ന് ഇണക്കം നൽകണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നരകത്തിന്റെ ഈ ചോദ്യം കേട്ടുകൊണ്ട് അല്ലാഹു മലക്കുകൾ മുഖേന ചോദിക്കുകയാണ്, വമൻ അസ്വാജുക യാ നാർ വമൻ അസ്വാജുക യാ നാർ. ആരാണ് നിന്റെ ഇണകളെന്ന് പറയണേ നരകമേ. നിന്റെ ഇണകൾ ആരാണ്? ഞാൻ ഇട്ടുതരാം. ഉടനെ നരകം അല്ലാഹുവിനോട് വിളിച്ചു പറയും അത്രേ, കുല്ലു മുതകബ്ബിരിൻ ജബ്ബാർ, കുല്ലു മുതകബ്ബിരിൻ ജബ്ബാർ. ഈ ദുനിയാവിൽ അഹന്ത വെച്ച് നടന്ന ആളുകളില്ലയോ, പണത്തിന്റെ പളവളപ്പിൽ വിരാജിച്ച ആളുകളില്ലയോ, പാവങ്ങളുടെ കണ്ണീരപ്പാതെ, നിരാലംബർക്ക് അവലംബമാകാതെ, നിരാശർക്ക് ആശ്രയത്വം കൊടുക്കാതെ 30-35 ഏജെത്തിയതാകുന്ന പാവപ്പെട്ട സഹോദരിമാര് ശ്രീധനമെന്ന മഹാവിപത്തിന്റെ പേരിൽ കണ്ണീര് കുടിക്കുമ്പോ അവർക്ക് ഹൈറായ നിരക്കുള്ള സാമ്പത്തിക സഹായം കൊടുത്ത് ഹൈറായ ഇണകളെ കണ്ടെത്താതെ എന്റെ കാര്യം മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് നിലകൊണ്ട ആളുകളില്ലയോ, ദീനിന് സഹായികളായി വർത്തിക്കാതെ സ്വന്തം കാര്യം സിന്ദാബാദ് വിളിച്ചുകൊണ്ട് നടന്ന അഹങ്കാരികളായ ആളുകളില്ലയോ, കല്ല് കുടിച്ചുകൊണ്ട് നടന്നവരില്ലയോ, വ്യഭിചരിച്ചുകൊണ്ട് നടന്നവരില്ലയോ, സിനിമകൾ കണ്ടുകൊണ്ട് നടന്നവരില്ലയോ, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയോടെ ആമങ്ങളെ തള്ളി നീക്കുവരില്ലയോ, നമസ്കരിക്കാതെ നിലകൊണ്ടവരില്ലയോ, നോമ്പ് പിടിക്കാതെ നിലകൊണ്ടവരില്ലയോ. എല്ലാ അഹങ്കാരികളും
തെമ്മാടികളും തെമ്മാടികളുമായ ആളുകളാ. അവരെ എനിക്ക് വേണമല്ലാ, അവരെ എനിക്ക് വേണമല്ലാ എന്ന് നരകം അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കടന്നുകൊണ്ട് പറയുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നരകം അതിന്റെ ഇണയെ തേടുകയാണ്, നരകം അതിന്റെ ഇണയെ റബ്ബിനോട് തേടുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ സബാനിയാക്കളാകുന്ന മലക്കുകളോട് പറയുകയാണ്, ആരെയാണ് ആവശ്യപ്പെടുന്നത് അവരെ പിടിച്ചുകൊണ്ട് എന്റെ മുന്നിൽ ഹാജരാക്കണേ. അവരുടെ വിചാരണ തുടങ്ങുകയാണ്. അവരെ ഇതാ നരകത്തിലേക്ക് എറിയപ്പെടാൻ നിർബന്ധിതരാണ്, നിർബന്ധിതരാണ്. ഇത് നടക്കുന്ന സ്ഥലമാണ് നാലാമത്തെ ഘട്ടം. നാലാമത്തെ ഘട്ടം ഇതാണ് മഹ്ശറ. നരകം എത്തണം, നരകം എത്തിയാലേ വിചാരണ തുടങ്ങൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെ നിന്ന് പിന്നീട് അടുത്ത ഘട്ടമാണ് അൽ ജന്നത്തു അബിന്നാർ. അവിടെ നിന്ന് ഡിവൈഡ് ചെയ്യും, ഒന്നില്ലെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. അല്ലാഹ് ഈ ദുനിയാവാകുന്ന രണ്ടാം ഘട്ട ജീവിതത്തിൽ സുകൃതം ചെയ്തവൻ, നമസ്കരിച്ചവൻ, നോമ്പ് കുടിച്ചവൻ, സക്കാത്ത് കൊടുത്തവൻ, ഹജ്ജ് ചെയ്തവൻ, പാവങ്ങളുടെ കണ്ണീരൊപ്പിൽ നിരാവൽക്ക് അവലംബമായവനൊക്കെ അൽ ജന്ന സ്വർഗം അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവും. അല്ലാത്തവന് അന്നാർ കത്തിച്ചിരിക്കുന്ന നരകം അല്ലാഹു കൊടുക്കും. അപ്പൊ 5 ഘട്ടങ്ങൾ പറഞ്ഞു. ഒന്നാമത്തത് ആത്മാക്കളുടെ ലോകം. അവിടെ വെച്ച് അള്ളാഹുവിനോട് കരാറ് ചെയ്ത് ആയിരക്കൊല്ലക്കണക്കിന് വർഷം ആത്മാക്കളായി ജീവിച്ചിട്ട് രണ്ടാം ഘട്ട ജീവിതമാകുന്ന ദുന്യാവിലേക്ക് നമ്മൾ വന്നു. ഇപ്പൊ നമ്മൾ രണ്ടാം ഘട്ടത്തിൽ. ഇവിടെ നമ്മൾ വല്ലതും ചെയ്യണം, നന്മ ചെയ്യണം, സുഹൃതം ചെയ്തെങ്കിലേ ഖബറാകുന്ന മൂന്നാം ഘട്ട ജീവിതത്തിൽ, നാലാം ഘട്ട ജീവിതമാകുന്ന മഹ്ശറയിൽ എല്ലാം രക്ഷപ്പെടുള്ളൂ. അവിടെ രക്ഷപ്പെട്ട് 5ാം ഘട്ട ജീവിതമാകുന്ന സ്വർഗം, അതാണ് നമ്മുടെ തറവാട്. അപ്പയും ഉമ്മയും അവിടുന്ന് ഇങ്ങോട്ട് വന്നു. അവിടേക്ക് നമുക്ക് കയറണം. അതിന് എവിടെ പണിയെടുക്കേണ്ടത്? ഏറ്റവും ചെറിയ ലോകം, ഈ 5 ഘട്ടങ്ങളിൽ ഏറ്റവും നിന്ദ്യവും നിസ്സാരവുമായ ലോകം, ഏറ്റവും കുറഞ്ഞ കാലഘട്ടം, 60-70 വയസ്സുള്ള കാലഘട്ടം, അതാണ് ഈ ദുനിയാവ്. ഇത്രയേ ഉള്ളൂ. ഏറ്റവും ചെറിയ കാലഘട്ടം. എന്നാ മനുഷ്യന്റെ ചിന്തയോ ഏറ്റവും ശാശ്വതമായ കാലഘട്ടം എന്താണ്? അങ്ങനെയാണ് നമ്മുടെ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുന്നത്. പൈശാചിക ചിന്ത അല്ലാഹു തആല അങ്ങനെ തന്നിരിക്കാൻ, പിശാച് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഇട്ട് തന്നിരിക്കുക. ദുനിയാവാണ്, ഒരിക്കലും നശിക്കൂല, എന്നെന്നും നിലനിൽക്കുന്നതാണെന്നുള്ള ചിന്തയാണ് നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഈ വെട്ടിപ്പിടിക്കുന്നത്, അയൽവക്കാരനുമായിട്ട് വഴക്കടിക്കുന്നത്, അവനെ ചീത്ത വിളിക്കുന്നത്, കുടുംബബന്ധം ശാക്തീകരിക്കാത്തത്, മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്തത്, അല്ലേ? സ്വന്തം മക്കളെ പോലും തിരിഞ്ഞു നോക്കാത്തത്, സ്വന്തം മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്തത്, അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുന്നത്, സ്വന്തം മക്കളെ കൊണ്ടുപോയി അമ്മത്തൊട്ടിൽ വലിച്ചെറിയുന്നത്, ഇതൊക്കെ നമ്മൾ ഈ ദുനിയാവ് എന്നെന്നും നിലനിൽക്കുന്നതാണെന്ന് മനസ്സിലാക്കിപ്പോയി. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് പോകണം. എങ്കിലും നമ്മൾ രക്ഷപ്പെടുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറക്കാമി പറയും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഒരൊറ്റ ഹദീസ് ഓതുകയാണ്, ഒരൊറ്റ ഹദീസ് ഇവിടെ ശ്രദ്ധിച്ചോ. ഞാൻ വേഗം നീട്ടൂല. ഒരു ഹദീസ് നല്ലതുപോലെ ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ആ തേൻകുപ്പി ഒന്ന് ഇങ്ങോട്ട് നീക്കി വെച്ച് ചെറിയ സംഘാടകർ ഒന്ന് ജസ്റ്റ് ഒന്ന് മന്ത്രിച്ചിട്ടൊന്നും തരാം. അപ്പൊ എല്ലാവരുടെ കയ്യിലൊത്തുന്നത് കൊടുക്കും. ഒരു 200 റുപ്യ കൊടുത്താൽ മതി. അതിൽ കൂടുതൽ നിങ്ങൾ കൊടുക്കണ്ട. ചെറിയ തുക 200 റുപ്യ, അതിൽ കുറവും കൊടുക്കണം. ഒരു 200 റുപ്യ ഇൻഷാ അല്ലാഹ് കൊടുക്കണം എല്ലാവരും. എന്നിട്ട് എല്ലാവരും ഒരു തേൻ കുപ്പി. നമുക്കൊരു ബാധ്യതയൊന്നും ഇല്ലാതെ ഈ പരിപാടി റാഹത്തായി നിലക്കണിയും. അതിനുവേണ്ടിയാണ്. അല്ലെങ്കിൽ ഓരോരുത്തരും 5000, 10000, 25,000 ഒക്കെ വെച്ചാൽ ഇത് വേണ്ട. എല്ലാവരും ഒന്ന് ഭാഗവെക്കാൻ. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. പ്രസംഗം തീർന്നിട്ടില്ല, പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കാം. വേറെ കളി തമാശയോ നമ്മളില്ല. ഖുർആനും ഹദീസും വേറെ ഒന്നും നമ്മൾ പറയുന്നു. ഇതങ്ങ് തന്നാൽ എവിടെ നടക്കുമ്പോൾ ഇവിടെ വാദം നടക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തുബിൽ ഖുലൂബ ദവായിഹ وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. بسم الله الذي لا يضر مع اسمه شيء. بسم الله الذي لا يضر مع اسمه شيء. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بكلمات الله التامات من شر ما خلق. لا يحب الله الجهر بالسوء من القول إلا ما قال. من شر ما خلق ومن شر غاسق. توكل يا خدام هذا ما تشتهي. وأم السبيان والقوس والعقد والألائك واللوائك وسائر المضرات وسائر الأسقام. جسد من يشرب هذه الوحن والأجل.
ഇൻഷാ അല്ലാഹ് ഒന്ന് കൊടുത്തോളി. സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തും എല്ലാവരും ഭാഗവാക്കാണ്. വലിയ തുക അതുകൊണ്ടാണ് പറയാം, നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരു 200 രൂപയ്ക്ക് എല്ലാവരും അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു നിറവേറ്റി തരുമാറാവട്ടെ. സ്ത്രീകളുടെ ഭാഗത്തോട്ടും പോകണം, പുരുഷന്മാരുടെ ഭാഗത്തും. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആ തരുന്നവരുടെ പേരൊന്ന് എഴുതിക്കോ, നമുക്ക് ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് ദുആരക്കാം. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. അല്ലാഹുവേ ഖൈറായ നിലയ്ക്കൊഴുകി സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലുപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഖൈറായ നിലയ്ക്കുള്ള സ്വതക്കയായി സ്വതക്കയെ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ റബ്ബേ. പരിപൂർണമായ രോഗശമനം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരാൾ പോലും ഒഴിയരുത്. പുരുഷന്മാരുടെ ഭാഗത്തൊക്കെ ഇൻഷാ അല്ലാഹ് ചെല്ലണം. രണ്ടുപേരും കൂടി ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ചെന്ന് അല്ലാഹു ഒരു ബക്കറ്റിലോട്ട് ഇടുക, അല്ലെങ്കിൽ രണ്ടാൾ കൂടി പിടിച്ചുകൊണ്ട് നിൽക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും എടുക്കണം. ആ എടുക്കുന്നവരുടെ പേര് ഒന്ന് പുറകെ ഒരു പേനയും പേപ്പറും എടുത്തൊന്ന് എഴുതിക്കോ. അല്ലാഹു കബൂലാക്കട്ടെ. ദുന്യാവിനോടുള്ളതാകുന്ന അമിതമായ ഭ്രമം ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ വന്നു. അതുകൊണ്ടാണ് ശത്രുക്കൾ നമ്മുടെ നേരെ തിരിയുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഹദീസാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. عن ثوبان رضي الله عنه يوشك الأمم أن تداعى عليكم كما تداعى الأكلة إلى قصعتها. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വഹാബ യൂശികുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ അക്ലതു ഇലാ ഖസഅതിഹാ. ലോകത്തുള്ള മുഴുവൻ ശത്രുക്കളും അവിശ്വാസികളും നിങ്ങളുടെ മേലെ തിരികുന്ന ഒരു കാലഘട്ടം കടന്നു വരുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ശ്രദ്ധിക്ക്, നബി പറഞ്ഞ ഒരു കാലഘട്ടം, ആ കാലഘട്ടം എത്തിയോ എന്ന് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു നമ്മളെ. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ റസൂലുള്ളാഹി പറഞ്ഞതാണ് എന്ത്? യൂശികുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ അക്ലതു ഇലാ ഖസഅതിഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള കൂരമ്പുകൾ കടന്നു വരുമേ. അവരുടെ ശത്രുത ഏൽക്കേണ്ടി വരുന്ന കാലഘട്ടം വരുമേ. കമാ തദാഅൽ അക്ലതു ഇലാ ഖസഅതിഹാ. വിശന്നു വലഞ്ഞിരിക്കുന്നതായ ജനങ്ങളുടെ മുന്നിലേക്ക് മനോഹരമായ ഒരു ഭക്ഷണ തലകയെത്തിയാൽ അതിലേക്ക് ചുറ്റും കൈകൾ കടന്നു വരുന്നത് പോലെ മുഅ്മിനേ നിങ്ങളൊരു ഭക്ഷണ തലകയാണ്. മുഅ്മിനീങ്ങളെ നിങ്ങളൊരു മനോഹരമായ ഭക്ഷണ തലകയാണ്. അതിലേക്ക് ചുറ്റും ശത്രുക്കൾ ആക്രോശിച്ചുകൊണ്ട് കരങ്ങളിലൂടെ നിങ്ങളെ കാർന്ന് തിന്നാൻ ഭുജിക്കാൻ കടന്നു വരുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് 1400 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഉടനെ റസൂലുള്ളാഹിയോട് സഹാബത്ത് ചോദിക്കുകയാണ്, അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. നബിയേ അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവാണോ റസൂലേ? ഞങ്ങൾ എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ല, ബൽ അൻതും കസീർ. ഞങ്ങൾ എണ്ണത്തിൽ കൂടുതലാണ്. വലാകിന്നകും ഗുസാഉൻ കഗുസാഇ സൈൽ. മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്നതായ ചണ്ടികളെ പോലെ വേസ്റ്റായ ആളുകളാണ് നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്യമാണ്. മലവെള്ളപ്പാച്ചിൽ ഒരുങ്ങി വരുന്നതായ ചണ്ടികളെ പോലെ അന്നത്തെ കാലഘട്ടത്തിൽ മുഅ്മിനീങ്ങളാകുന്ന നിങ്ങൾ മാറുമേ. വലയൻസിയന്നല്ലാഹു ഫീ സുദൂരി അദുവികുമുൽ മഹാബത മിൻകും
നിങ്ങൾക്കിടയിലുള്ള ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോടുള്ള ഭയപ്പാട് അല്ലാഹു ഊരിക്കളയുമേ. അവരുടെ മനസ്സിന്റെ കത്തളങ്ങളിൽ നിങ്ങളോടുള്ള ഭയപ്പാട് ലവലേശമുണ്ടാവുകയില്ല. വലയഖ്ദിഫന്നല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹനാ. നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു വഹനിനെ നിക്ഷേപിക്കുമേ, അല്ലാഹു വഹനിനെ ഇട്ടു തരുമേ. ഉടനെ സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, വമൽ വഹനു യാ റസൂലല്ലാഹ്, വമൽ വഹനു യാ റസൂലല്ലാഹ്. നബിയേ നബിയേ, അവസാന കാലഘട്ടത്തിലുള്ള മുഅ്മിനീങ്ങൾക്ക് വലിയ പരീക്ഷണമാണെന്ന് തങ്ങൾ ഓർമ്മപ്പെടുത്തി. ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങളോടുള്ള ഭയപ്പാട് പരിപൂർണമായി എടുത്തു മാറ്റുമെന്ന് പറഞ്ഞു നബിയേ. എന്നാൽ ഞങ്ങളുടെ ഹൃദയത്തിൽ വഹൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്താണ് ഈ വഹൻ? വമൽ വഹനു യാ റസൂലല്ലാഹ്. വഹൻ എന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ എന്ന് പറഞ്ഞു തരണേ ഹബീബേ. അല്ലാഹുവിന്റെ റസൂലുടെ സഹാബത്തിനോട് പറയുകയാണ്, ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. രണ്ട് കാര്യങ്ങളാണ് സഹാബ, രണ്ട് കാര്യങ്ങളാണ് വഹൻ എന്ന് പറഞ്ഞാൽ. ഒന്ന് ദുനിയാവിനോടുള്ള അമിതമാകുന്ന ഹുബ്ബ, ദുനിയാവിനോടുള്ള പ്രതിബദ്ധതയാണ്, കമ്മിറ്റ്മെന്റ് ആണ്. രണ്ടാമത്തത് വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പാണ്, വെറുപ്പാ. ഈ രണ്ട് കാര്യങ്ങളും മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുമേ അവസാന കാലഘട്ടത്തിൽ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്നില്ലയോ? ദുനിയാവിനോടുള്ള പ്രതിബദ്ധതയല്ലയോ? ദുനിയാവിനോടുള്ള അമിതമായ താല്പര്യമല്ലയോ? എത്ര കിട്ടിയാലും എത്ര പണമുണ്ടായാലും വീണ്ടും ഉണ്ടാക്കണമെന്ന ചിന്തയല്ലാതെ അതൊരാൾക്ക് കൊടുക്കാൻ നമ്മുടെ മനസ്സ് വരുന്നില്ല. എല്ലാം തീർന്നു പോകുമെന്നുള്ള ചിന്തയാണ്, എല്ലാം അണഞ്ഞു പോകുമെന്നുള്ള ചിന്തയാണ്. എന്നാൽ മരണത്തെ കുറിച്ച് വെറുപ്പാണ്, വെറുപ്പാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇസ്നാനി യക്റഹുഹും ഇബ്നു ആദം. രണ്ട് കാര്യങ്ങൾ ആദം സന്തതികൾക്ക് വെറുപ്പാണ് സഹാബാ. അൽ മൗത്ത്, അതിലാദ്യമായി റസൂലുള്ളാഹി പറഞ്ഞത് മരണമാണ്, മരണമാണ്. മരിക്കുന്നു എന്ന് കേൾക്കുന്നത് മുഅ്മിനീങ്ങൾക്ക് വെറുപ്പായി വരുന്നതായ കാലഘട്ടം കടന്നു വരുമേ. അന്ന് ശത്രുക്കൾ അവരുടെ നേരെ തിരിയുമേ, തിരിയുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. രണ്ടാമത്തത് വഖില്ലത്തുൽ മാൽ, സമ്പത്ത് കുറയലാണ്, കുറയലാ. സമ്പത്ത് കുറയുന്നു എന്ന് കേൾക്കുമ്പോൾ മുഅ്മിനിന് വിഷമമാണ്, വിഷമമാണ്. വഖില്ലത്തുൽ മാൽ, റസൂലുള്ളാഹി പറയാ, രണ്ട് കാര്യങ്ങൾ ആദം സന്തതികൾ വെറുക്കും. ആദം മക്കളുടെ ജന്മന ഒരു വിശേഷമാണ്. ഒന്ന് അൽ മൗത്ത്, മരണത്തെ വെറുപ്പാണ്. മരിക്കാന്ന് പറയുന്നത് ഇഷ്ടമില്ല, അതിനുവേണ്ടി എന്തും ചെയ്യും. ക്യാൻസർ പിടിച്ച് മൂർധന്യാവസ്ഥയിലെത്തി, എന്നാലും അവനെന്ത് ചെയ്യാണ്? എങ്ങനെയെങ്കിലും ജീവിക്കണം, അതിനുവേണ്ടി തന്നെ നിലനിൽക്കുക. രക്തക്കട്ട ഛർദ്ദിക്കാൻ, എന്നാലും പഠിച്ചവന് ജീവിതത്തിലേക്ക് പോകണം എന്നുള്ള ചിന്തയാണ്. അങ്ങനെയാണ് ചിന്ത. അവന്റെ മക്കളുടെ ചിന്തയോ, അപ്പൊ എങ്ങനെയെങ്കിലും മരിപ്പിച്ചാൽ മതി ഉസ്താദേ, ഛർദ്ദിക്കുന്ന കാണാൻ മേല എന്ന് പറയും. അല്ലേ? അവന്റെ ചിന്ത എന്താ? മരിക്കാൻ പോകുന്നവന്റെ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിതത്തിലേക്ക് ഒന്ന് മടങ്ങണം, ഒരു വട്ടമെങ്കിലും ഒന്ന് മടങ്ങണം. അതാണ് അവന്റെ ചിന്ത. അതാണ് അൽ മൗത്ത്, മരണം വലിയ പ്രിയാണ്, വലിയ പ്രിയാണ്. അവര് ജീവിതത്തോട് വലിയ പ്രിയം, മരണത്തോട് വിരക്തി, വെറുപ്പ് ഉണ്ടാകും ആദം സന്തതികൾക്ക്. രണ്ടാമത്തത് വഖില്ലത്തുൽ മാൽ, സമ്പത്ത് കുറയുക എന്ന് പറയുന്നത് മനുഷ്യന് വല്ലാത്ത വെറുപ്പാണ്. സയ്യിദുനാ റസൂലുള്ളാഹി റസൂലുള്ളാഹി പറഞ്ഞത് ശരിയല്ലേ? രാവിലെ കട തുറന്ന് വൈകുന്നേരം വരെ കട തുറന്ന് വെച്ചു, ഒരു മനുഷ്യൻ കടയിൽ വരുന്നില്ല, കസ്റ്റമർ ആരും വരുന്നില്ല. വരുന്നവരൊക്കെ സാധനം തിരിച്ചു മറിച്ചിട്ട് വില ചോദിച്ചിട്ട് തിരിച്ചിറങ്ങി പോകും. ഭയങ്കര ടെൻഷനായിരിക്കും. ഒന്നും നടന്നില്ല, ഒരു പണി നടന്നില്ല. അല്ലെങ്കിൽ സാധാരണ കിട്ടുന്ന ഒരു 5000 രൂപ കിട്ടലുണ്ട്, അല്ലെങ്കിൽ 2000 രൂപ കിട്ടലുണ്ട് കച്ചവടം ചെയ്തിട്ട്, ഒന്നും കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം. ഒരു ദിവസം അങ്ങനെ വെറുതെ പോയി, മാനസികമായിട്ട് ടെൻഷൻ. വഖില്ലത്തുൽ മാൽ, സമ്പത്ത് കുറയുന്നത് വലിയ മനുഷ്യന് വെറുപ്പാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഖില്ലത്തുൽ മാൽ അഖല്ലു ലിൽ ഹിസാബ്. എന്നാൽ ആദം സന്തതികളെ പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാ. സമ്പത്ത് കുറയുക എന്നുള്ളത് ഹിസാബ് എളുപ്പമാണ്, എളുപ്പമാണ്. വിചാരണ എളുപ്പം കഴിയും, എളുപ്പം കഴിയും. സമ്പത്ത് കുറയാന്ന് പറയാ.
അറിയോ നിങ്ങൾക്ക്? ഹദീസുണ്ട്, റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അതൊക്കെ പറയാനാണ് എത്ര പറയണം, നേരം വെളുക്കോളം പറയണം. എന്നിട്ട് ചുരുക്കതാ കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യദ്ഖുലു ഫഖറാഉൽ മുസ്ലിമീൻ ഖബ്ലൽ അഗ്നിയാഇ ബിനിസ്ഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യദ്ഖുലു ഫഖറാഉൽ മുസ്ലിമീൻ ഖബ്ലൽ അഗ്നിയാഇ ബിനിസ്ഫി. പണക്കാരാകുന്ന ആളുകൾ വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അര ദിവസം മുമ്പ് തന്നെ പാവപ്പെട്ട ആളുകൾ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലെത്തുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പണക്കാരായ ആളുകൾ പണത്തിന്റെ പളവളപ്പിൽ ഈ ദുനിയാവിൽ അകന്നു വെച്ചുകൊണ്ട് നടന്നവരില്ലയോ? പണത്തിന്റെ അകന്ന ചാക്കി വെച്ചുകൊണ്ട് ഈ ദുനിയാവിനെ വിലക്കെടുക്കാൻ നിലകൊണ്ടതായ ചെറുപ്പക്കാരില്ലയോ? പ്രവാസ ജീവിതം സന്തോഷകരമായി തീർത്തവരില്ലയോ? ആലിമീങ്ങളെ ദുനിയാവിനെ, ഈ ദുനിയാവിന്റെ സകല വസ്തുക്കളെയും നെഞ്ചിലേറ്റിക്കൊണ്ട് നടന്ന ആളുകളില്ലയോ? ആലിമീങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട്, ഉലമാക്കളെ ചീത്ത വിളിച്ചുകൊണ്ട് എന്താണ് ഈ ദുനിയാവിന് വേണ്ടി മാത്രമായി നിലകൊണ്ടവരില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യദ്ഖുലു ഫഖറാഉൽ മുസ്ലിമീൻ ഖബ്ലൽ അഗ്നിയാഇ ബിനിസ്ഫി. പണക്കാരാകുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അര ദിവസം മുമ്പ് തന്നെ പാവപ്പെട്ടവർ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലെത്തുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അര ദിവസം മുമ്പ് പാവപ്പെട്ടവൻ സ്വർഗത്തിലെത്തും. അര ദിവസം കൂടി കഴിഞ്ഞിട്ടേ ഇവന്റെ വിചാരണ തുടങ്ങുള്ളൂ. എന്താ അര ദിവസം? മഹ്ശറയിലെയാണ് അര ദിവസം എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ദിവസം എത്രയാ? അവിടുത്തെ ഒരു ദിവസം എത്രയാ? ഈ ദുനിയാവിൽ 50,000 വർഷം വിശുദ്ധമായ ഖുർആൻ. സൂറത്തുൽ മആരിജ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഅല സായിലുൻ ബിഅദാബിൻ വാഖിഅ ലിൽകാഫിരീന ലൈസ ലഹു ദാഫിഅ മിനല്ലാഹി ദിൽ മആരിജ് തഅറുജുൽ മലായികതു വർ-റൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന ഫസ്ബിർ صبرا جميلا في يوم كان مقداره 50,000 سنة. ആഖിറത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ 50,000 വർഷമാണ്. അപ്പൊ അര ദിവസം 25,000 വർഷം. ഈ ദുനിയാവിൽ എത്ര നാളാ നീ ജീവിച്ചത്? 50, 60, 70, 100. ഓക്കെ. ഈ 100 വർഷം കൊണ്ട് നീ ഉണ്ടാക്കിയ സമ്പാദ്യത്തിന്റെ ഹിസാബ് പറയാൻ പണക്കാരുടെ ലിസ്റ്റിൽപ്പെടുത്തി അള്ളാഹു നിന്നെ മാറ്റി നിർത്തിയിരിക്കുക. പാവപ്പെട്ടവന്റെ വിചാരണ മുഴുവൻ കഴിഞ്ഞ് അവർ സ്വർഗത്തിലെത്തി അര ദിവസം കൂടി കഴിഞ്ഞിട്ട് നിന്റെ വിചാരണ തുടങ്ങുള്ളൂ. തുടങ്ങണമെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കാം. പണക്കാരുടെ ലിസ്റ്റിൽപ്പെട്ട ഇടങ്ങേറാണെന്ന് അർത്ഥം. അല്ല മാറിക്ക അജയരെ എങ്ങനെയല്ലേ മാറി കേട്ടോ, അജയർ ഇവിടെ പോ എന്ന് പറഞ്ഞ് മാറ്റി തീർന്നു. നമ്മൾ ഊരോഗത്തുള്ള പണക്കാരനാണോ? മാറിക്ക ഊരോഗൊക്കെ മാറ്റി തരാം, മാറ്റി നിർത്തും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കാൻ. പണക്കാരനാണെങ്കിൽ അന്ന് അവിടെ നിൽക്ക്, പോവാം, വിചാരണ കഴിയട്ടെ. എവിടെ നിൽക്കേണ്ടത്? ചായ കുടിച്ചുകൊണ്ട് നിൽക്കാനൊന്നും പറ്റൂല. തലയ്ക്ക് മീതെ സൂര്യൻ കത്തിച്ചിരിക്കുന്ന നരകം മുന്നിൽ മഹ്ശറിൽ നിൽക്കാൻ. സുബ്ഹാനല്ലാഹ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, വഖില്ലത്തുൽ മാലി അഖല്ലു ലിൽ ഹിസാബ്. ഈ ദുനിയാവിൽ പണം കുറഞ്ഞതിന്റെ പേരിൽ വിഷമിക്കേണ്ട സഹോദരാ, വിഷമിക്കേണ്ട സഹോദരി. ഉസ്താദേ, എനിക്കൊരു മാന്യമായ വീട് പോലും ഇല്ലല്ലോ എന്ന് കരയരുതേ. ഈ ദുനിയാവ് മുഅ്മിനീങ്ങൾക്ക് ജയിലാണ്. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിരി സദഖ റസൂലുള്ളാഹി. ഈ ദുനിയാവ് മുഅ്മിനീങ്ങൾക്ക് ജയിലാണ്. കാഫിറിന് ഇവിടെ സ്വർഗ്ഗമാണ്, സ്വർഗ്ഗമാണ്. ഈ ദുനിയാവിൽ നീ ക്ഷമിക്കണേ, ഇവിടെ നീ സഹിച്ചു നിലകൊള്ളണേ. ഈ ദുനിയാവിൽ ഭൗതികമാകുന്ന ഒരാഡംബരവും നീ ചിന്തിക്കണ്ട. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി ദുആ ചെയ്തത്, അല്ലാഹുമ്മ
അഹീനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ മിസ്കീനായി എന്നെ നീ ജീവിപ്പിക്കണേ അല്ലാഹ്, മിസ്കീനായി എന്നെ നീ മരിപ്പിക്കണേ അല്ലാഹ്. പാവങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉയർത്തെഴുന്നേൽപ്പിക്കണേ റബ്ബേ, അവരോടൊപ്പം എന്നെ നീ ചേർക്കണേ അല്ലാഹ്. വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. പാവങ്ങളോടൊപ്പം എന്നെ ചേർത്താൻ മതി. ഫക്കീർ മിസ്കിൻ രണ്ടും രണ്ടാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ അന്നുള്ള കാര്യങ്ങൾ പോലും കഴിച്ചുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളവൻ, അത് വേണ്ട. ദാരിദ്ര്യ ഫക്കീറാകരുത്, അത് നമ്മളെപ്പോഴും കാവല് തേടണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖ്രി വൽ ഫാഖത്തി. റസൂലുള്ളാഹി ദുആ ചെയ്തു. ഇല്ലായ്മയും വല്ലായ്മയും അത് പാടില്ല. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് പോകാൻ പാടില്ല. അന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞുകൂടാനുള്ളതായ ഒരു സാമ്പത്തിക ശേഷി നിനക്കുണ്ടോ? ബാങ്കിലൊന്നും ഒരുപാട് അക്കൗണ്ട് ബാലൻസ് ഒന്നുമില്ല, അതിനാണ് മിസ്കീൻ. അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകും, റൌഫിനെ പോലെ കാര്യങ്ങൾ നടന്നു പോയാൽ മതി. അങ്ങനെയാണ് എങ്കിൽ നീ പേടിക്കേണ്ട, നീ മിസ്കീനാണ്. അത് അങ്ങനെ തന്നെ പോയാൽ മതി. അപ്പൊ നിനക്ക് ദുആരൊക്കെ ഏത്? അല്ലാഹുമ്മ അഹീനി മിസ്കീനാ وأمتني مسكينا واحشرني في زمرة المساكين. നമ്മൾ പഠിച്ചു വെക്കേണ്ട ദുആ, ജീവിതത്തിൽ നിത്യമാക്കേണ്ട ദുആ. ദുനിയാവിനോട് അമിതമായ പ്രതിബദ്ധത നിനക്ക് വേണ്ട, കാരണം ഇത് തീരാൻ പോവാണ്. നിന്റെ ജീവിതത്തിൽ എന്ത് അമലാ ഉള്ളത്? നമസ്കാരം ഉണ്ടോ? 60-70 വയസ്സ് നീ കൃത്യമായി ഇബാദത്ത് എടുത്തിട്ടുണ്ടോ? ചിന്തിക്ക്. ഈ കഴിഞ്ഞു പോയ ജീവിതം 30 വയസ്സുള്ളവർ എന്റെ മുന്നിലുണ്ട്, 40 ഉള്ളവരുണ്ട്, 50 എത്തിയവരുണ്ട്, 60 എത്തിയവരുണ്ട്, 70 എത്തിയവരുണ്ട്. ഈ രണ്ടാം ഘട്ട ജീവിതം എന്താ ഇപ്പൊ തീരാൻ പോവാൻ, അണയാൻ പോവാൻ. പലരും അസുഖബാധിതരാ, കിഡ്നി തകരാറിലായവർ മുന്നിലുണ്ട്, ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് നിലകൊണ്ടതായ ആളുകളുണ്ട്. നിന്റെ ആയുസ് തീരാൻ പോവാൻ. നിന്റെ ജീവിതത്തിൽ എന്ത് അമൽ ചെയ്തിട്ടുണ്ട്? എന്ത് അമൽ ചെയ്തിട്ടുണ്ട്? ഒരു അമലും നിന്റെ ജീവിതത്തിലില്ല, ബാക്കിയില്ല. നീ ചിന്തിച്ചു നോക്കി. നമസ്കാരങ്ങൾ പോലും കൃത്യത വെച്ചിട്ടില്ല. ജുമുഅ ജമാഅത്തുകൾ ശ്രദ്ധിക്കാത്തവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നൂറിലൂടെ. ഇന്ന് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് ആ 3. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങളാണ്. ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ പൗരത്വ ഭേദഗതി ബില്ലിന്റെ മേൽ വിഷമിക്കുന്നതാകുന്ന പാവപ്പെട്ട മോമിനീങ്ങൾ ഭയചകിതമാകുന്ന അന്തരീക്ഷത്തിലേക്ക് നീ പോകേണ്ടതില്ല. ഖുർആൻ ഓർമ്മപ്പെടുത്താൻ 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഉറപ്പ് തരാൻ, വാഗ്ദാനം നൽകാൻ. ഞാൻ പറയുന്നതനുസരിച്ച് നീ ഇബാദത്ത് എടുക്കണം. സൂറത്തുൻ നൂർ അല്ലാഹു ഓർമ്മപ്പെടുത്താൻ. ഏതൊക്കെയാ മനുഷ്യനിപ്പോ ഉന്നം വെക്കുന്നത്? നിന്റെ മനസ്സിന്റെ അകത്തലങ്ങളിൽ ആഗ്രഹമുണ്ടോ? അൽ ഇസ്തിഖ്ലാഫു ഫിൽ അർദ്. ഈ ഭൂമിയിൽ നിനക്ക് രാജാതിരാജനായി പോയി നിലകൊള്ളണോ? രാജാവിനെ പോലെ നിലകൊള്ളണോ? ഈ ഭൂമിയിൽ നിന്നെ തൊടാതെ നിലകൊള്ളണോ? ഒരാൾ നിന്നെ ക്രൂശിക്കൂല, ബുദ്ധിമുട്ടിക്കൂല, ആ നിലയിൽ നിനക്ക് നിലകൊള്ളണോ? അൽ ഇസ്തിഖ്ലാഫു ഫിൽ അർദ്. ഈ ഭൂമിയിൽ അധികാരത്തിന്റെ ചെങ്കോല് നിന്റെ കൈവെള്ളയിൽ വേണോ? ഖുർആൻ ചോദിക്കാൻ. ഈ ദീനിൽ സൗകര്യമായ രീതിയിൽ ജീവിക്കാനുള്ളതാകുന്ന ഒരു റാഹത്തായ ജീവിതം നിനക്ക് സാധ്യമാകണം. നിന്റെ നമസ്കാരങ്ങൾ കൃത്യമായി പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ, കൃത്യമായി റമദാനിൽ നോമ്പനുഷ്ഠിക്കാൻ, അതല്ലാത്തതായ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പനുഷ്ഠിക്കാൻ, ഈ നാട്ടിൽ നിന്റെ പൗരത്വം ചോദിച്ചുകൊണ്ട് ഒരാളും നിന്റെ മുന്നിലേക്ക് വരാതിരിക്കാൻ, ഈ ദുന്യാവാകുന്ന ലോകം നിനക്ക് സൗകര്യപ്രദമായ രീതിയിൽ നിനക്ക് കടന്നു വരണോ? മൂന്നാമതായി അല്ലാഹു ചോദിക്കുന്നു, തബ്ദീലുൽ ഖൗഫി ബിൽ അംൻ. നിർഭയത്വം അല്ലാഹു നിങ്ങൾക്ക് നൽകണോ? ഈ ഭയമൊക്കെ മാറ്റി നിങ്ങൾക്ക് നിർഭയത്വം അല്ലാഹു നൽകണോ? ഇതല്ലേ മനുഷ്യന് വേണ്ടത്? ഈ 3 കാര്യങ്ങളും അല്ലാഹു നൽകും. സൂറത്തുൻ നൂർ അല്ലാഹു പറയാം. ഖുർആനാണ്, ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ. ഖുർആനും ഹദീസും മാത്രമാണ് ഓതിയത്. ശ്രദ്ധിക്കണം. ഒറ്റ ആയത്ത് ഓതി നമുക്ക് ദുആരക്കാം. സൂറത്തുൻ നൂർ. بسم الله الرحمن الرحيم. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني
لا يشركون بي شيئا. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ് വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്. നിങ്ങളിൽ നിന്ന് അല്ലാഹുവിനെ വിശ്വസിക്കുകയും അവന് വേണ്ടി സുകൃതം ചെയ്യുകയും ചെയ്തതായ ആളുകളില്ലയോ, അവരോട് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു ليستخلفنهم في الأرض كما استخلف الذين من قبلهم. നിങ്ങളുടെ പൂർവികരാകുന്ന ആളുകൾക്ക് അധികാരത്തിന്റെ പരമോന്നത പദവി അല്ലാഹു നൽകിയതുപോലെ നിങ്ങൾക്കും അല്ലാഹു നൽകുന്നതാണ്. അധികാരത്തിന്റെ ചെങ്കോല് നിങ്ങളുടെ കൈകളിൽ വേണോ. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി റതവാലഹും. നിങ്ങൾ സംതൃപ്തിപ്പെട്ട നിലയ്ക്ക് ഈ ദുനിയാവിൽ നിങ്ങൾക്ക് റാഹത്തായ നിലയിൽ അമൽ ചെയ്യാനുള്ള സൗകര്യം ദീനിൽ അല്ലാഹു നൽകണോ. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. നിർഭയത്വത്തോടുകൂടി ആരുടെ മുന്നിലും പേടിക്കാതെ അല്ലാഹുവിനെ മാത്രം പേടിച്ചുകൊണ്ട് നിലകൊള്ളാൻ നിങ്ങൾക്ക് തൗഫീഖ് കിട്ടണോ. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണേ, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണേ, ഞാനല്ലാത്തൊരു വ്യക്തിയെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിച്ചു വെക്കേണ്ട പാഠമാണ്. അല്ലാഹുവിനെ ആരാധിക്കുന്നു എന്ന പറച്ചിൽ മാത്രമാണ്, നമസ്കാരം പോലും ചിട്ടയില്ല. ഈ ദിവസങ്ങൾ വെച്ച് ഏറ്റവും മനോഹരമായ ദിവസം വെള്ളിയാഴ്ചയാണ് എന്ന് റസൂലുള്ളാഹി പറയുമ്പോൾ ആഴ്ചകളിൽ ഏറ്റവും മനോഹരമായ ദിവസം അത് വെള്ളിയാഴ്ചയാണ് എന്ന് റസൂലുള്ളാഹി പറയുമ്പോൾ ആ ജുമുഅയുടെ സുദിനത്തിൽ പോലും മോശമായ രീതിയിൽ സിനിമ കാണാൻ പോകുന്നവരില്ലയോ. എന്നാൽ ഈ സിനിമാ നടന്മാർ 4 മില്യൺ കണക്ക് ഫോളോവേഴ്സ് ഉള്ളവർ പോലും ഈ പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ച് ക്ഷമ എന്നൊരക്ഷരം പോലും പറയാത്തവരാണ്. പഠിച്ചു വെക്കണേ. താരരാജാക്കന്മാരായി സിനിമാ തമ്പുരാക്കന്മാരെ നെഞ്ചിലേറ്റിയതാകുന്ന ചെറുപ്പക്കാരോട് ചോദിക്കുകയാണ്, ആരാണിതിനെ കുറിച്ചൊരു വർത്തമാനം പറഞ്ഞത്? ആരാണിതിനെ കുറിച്ചൊരു കമന്റെങ്കിലും രേഖപ്പെടുത്തിയത്? എത്രയോ വിഷയങ്ങളെ കുറിച്ച് ചർച്ചകൾ ചെയ്തവരാണവർ. എന്തുകൊണ്ടാണ് അവർ ഈ വിഷയത്തിൽ മിണ്ടാത്തത്? പഠിച്ചു വെക്കേണ്ട പാഠമാണ്. അത്തരത്തിലുള്ള ആളുകളെ നെഞ്ചിലേറ്റിയിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് പോകുന്നതായ സമൂഹമേ ലജ്ജാകരമാണ്. കേവലം ആധാർ കാർഡിൽ മാത്രം മുസ്ലിം ആകരുത് നീ, റേഷൻ കാർഡിൽ മാത്രം മുസ്ലിം ആകരുത് നീ, ID കാർഡിൽ മാത്രം മുസ്ലിം ആകരുത് നീ, പാസ്പോർട്ടിൽ മാത്രം മുസ്ലിം ആകരുത് നീ. യഥാർത്ഥ മുസ്ലിമായി മുഅ്മിനായി നീ നിലകൊള്ളണേ. വലാ തഹിനൂ വലാ തഹ്സനൂ. നിങ്ങൾ വ്യസനിക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. ഖുർആൻ പറയുകയാണ്, അൻതുമുൽ അലൂൻ. നിങ്ങളാണ് സമുന്നതർ. ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാകണം, നിങ്ങൾ മുഅ്മിനീങ്ങളാകണം. നമസ്കാരത്തിന് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് മുഴങ്ങിയാൽ നിങ്ങൾ കൃത്യമായ ഉത്തരം നൽകണേ. വിശുദ്ധമായ ഖുർആൻ എന്നെ മാത്രം ആരാധിക്കുന്നവരായി, ആരാധ്യ വസ്തുക്കളായി വേറെ ആരെയും പങ്കു ചേർക്കാതെ, ഒരു സിനിമാ നടനെയോ നടിയോ പങ്കു ചേർക്കാതെ എന്നെ മാത്രമായി ആരാധിക്കുന്നവരായി നിങ്ങൾ കടന്നു വന്നാൽ ഈ ഭൂമിയിൽ അധികാരത്തിന്റെ ചെങ്കോല് നിങ്ങളുടെ കൈകളിലേക്ക് ഞാൻ നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഏറ്റെടുക്കാൻ ചങ്കൂറ്റമുള്ള മുസ്ലിമുണ്ടോ? അള്ളയെ മാത്രം ആരാധിക്കണ. നമസ്കാരത്തിന് പങ്കു വിളിച്ചാൽ കൃത്യമായി പള്ളിയിലേക്ക് പോകാൻ പുരുഷന്മാരാണ് തയ്യാറാകണേ. തൊട്ടടുത്തായത്തിലൂടെ എന്നെ ആരാധിക്കണേ എന്ന് പറഞ്ഞ തമ്പുരാൻ തൊട്ടടുത്തായത്തിലൂടെ ആ ആരാധനയുടെ പോലും ഓർമ്മപ്പെടുത്തുകയാണ്. വഅഖീമുസ് സ്വലാത്ത് വആതുസ് സകാത്ത് വഅതീഉർ റസൂല ലഅല്ലകും തുർഹമൂൻ. നമസ്കാരമൊന്ന് നിലനിർത്തണേ. ഹയ്യ അലസ്സലാത്ത്.
5 നേരം പള്ളിയുടെ മിനാരങ്ങൾ ബാങ്ക് മുഴങ്ങുമ്പോഴും നീ റോഡിലാണ്, നീ നമസ്കരിക്കാൻ പള്ളിയിൽ കയറിയിട്ടില്ല, നീ ജമാഅത്ത് ശ്രദ്ധിക്കാത്തവനായി പോയി. ഇന്ന് ജമാഅത്തുകളുടെ എണ്ണം കൂടുകയാണ്. എന്റെ ആദ്യ ജമാഅത്തിൽ പരിശുദ്ധനായ ഇമാമിനോടൊപ്പം, നമ്മുടെ മഹല്ലിന് നേതൃത്വമാകുന്ന ഇമാമിനോടൊപ്പം ആദ്യ ജമാഅത്തിൽ നമുക്ക് കൂടാൻ പറ്റാതായി പോയത് പുരുഷന്മാരല്ലയോ? പുറകെ നിൽക്കുന്നവനെ തോണ്ടി ശീലിച്ചതായ ശീലം ഇന്ന് മുസ്ലിം സമൂഹത്തിൽ അധികരിച്ചില്ലയോ? ഒരേ പള്ളിയിൽ തന്നെ 10-20 ജമാഅത്ത് നടക്കുന്ന ശീലമല്ലയോ? ആദ്യ ജമാഅത്തിൽ തന്നെ വരാത്തത് എന്താണ്? നമസ്കാരത്തെ ഖളാക്കുന്നത് എന്താണ്? നമസ്കാരത്തെ നിലനിർത്തണേ. നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്താൽ പിന്നെ കളിയില്ല, ചെയ്യില്ല. ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. സമയബന്ധിതമാണ് നമസ്കാരം. ആ സമയത്ത് തന്നെ നിർവഹിക്കണേ. തീർന്നില്ല. ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വആതു സകാത്ത്. ഈ പണം എവിടെയാണ് കൊണ്ടുപോയി വെക്കുന്നത്? പാവങ്ങളുടെ കണ്ണീരപ്പാൻ ഉപകരിക്കണേ, ദീനിനു വേണ്ടി ചെലവഴിക്കണേ, നിരാലംബർക്ക് അവലംബമാകണേ, നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കണേ. നിന്റെ പണം കൊണ്ട് എത്രയോ പാവങ്ങളുടെ കണ്ണീരപ്പാൻ നിനക്ക് സാധിക്കുമായിരുന്നു. ആർക്കും കൊടുക്കാതെ പിടിച്ചു വെച്ചതായ പ്രിയപ്പെട്ട മുഅ്മിനായി നീ മാറരുതേ. അല്ലാഹുവിന്റെ ശാപം നിന്റെ മേലുണ്ടാകുമേ. അതുകൊണ്ട് നിന്റെ കച്ചവടത്തിന്റെ സക്കാത്ത്, നിന്റെ സമ്പത്തിന്റെ സക്കാത്ത് വർഷാവർഷം കൃത്യമായി കണക്കെടുത്തുകൊണ്ട് അതൊന്ന് കൊടുക്കണേ. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യകളൊന്ന് അനുധാവനം ചെയ്യണേ. ആ റസൂലുള്ളാഹിയെ പിൻപറ്റിക്കൊണ്ട് മാന്യമായ ജീവിതം നീ നയിക്കണേ. റസൂലുള്ളാഹിന്റെ തിരുഹളറത്തിലേക്ക് നീ എന്നെന്നും പോകാൻ നിന്റെ ഹൃദയം തുടിക്കണേ. ആ റസൂലിന്റെ തിരുചര്യ നീ അനുധാവനം ചെയ്യണേ. എങ്കിൽ തീർച്ചയായും അല്ലാഹു നിനക്ക് കരുണ ചൊരിയുന്നതാണ്. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. അധികാരത്തിന്റെ പരമോന്നത പദവി അല്ലാഹു നിന്റെ കൈകളിൽ നൽകുന്നതാ. ഈ ദുനിയാവിൽ ഇബാദത്തിനുള്ള സൗകര്യം അല്ലാഹു നൽകുന്നതാണ്. നിന്റെ പേടി മാറ്റി ഭയചകിതമാകുന്ന അന്തരീക്ഷത്തിലേക്ക് മുഅ്മിനേ നിന്നെ കൊണ്ടെത്തിക്കുന്നതാണ്. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. എന്നെ മാത്രം ഒന്ന് ആരാധിക്കുക. നിങ്ങൾ ശരിക്കും ഇബാദത്ത് എടുക്കുന്ന ഖുർആൻ. ആരാധനയൊന്നുമില്ല, നിസ്കാരമൊന്നുമില്ല. എന്താ കാര്യം? നിസ്കാരം ഖളാക്കിയിട്ട് റോഡിൽ ഇറങ്ങി നടക്കുക. നിസ്കരിക്ക, റബ്ബിനെ ശരിക്കും മുറുകെ പിടിക്ക്, അല്ലാഹയെ ശരിക്കും മുറുകെ പിടിക്ക്. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അല്ലാഹുവിനെ പേടിച്ചാൽ ലോകത്തുള്ള സർവ്വ വസ്തുവും അവനെ പേടിക്കും. അങ്ങനെയല്ലേ? എന്തിനാ നമ്മൾ വിഷമിക്കുന്നത്? അല്ലാഹയെ ശരിക്കും പേടിക്കുന്നുണ്ടോ നമ്മൾ? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അല്ലാഹയെ പേടിക്കുന്നത് പറച്ചിന് മാത്രം. ഞാനതാ പറഞ്ഞത്, ഈ പൗരത്വ ഭേദഗതി ബില്ല് വന്ന സമയത്ത് പട ഇറങ്ങാൻ അപ്പൊ എല്ലാവരും പോയി തിയേറ്ററിൽ പോയിരിക്കുക. ആരാ? കാക്കാമാര്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പണം വിജയിക്കണമെങ്കിൽ നമ്മൾ വേണമല്ലോ. പെരുന്നാളിന്റെ ദിവസം റിലീസ് ചെയ്യുന്ന പടങ്ങൾ അല്ലെ, വെള്ളിയാഴ്ച ദിവസം റിലീസ് ചെയ്യുന്ന പടങ്ങൾ. എന്തിനാ കാര്യം? ജുമാ പോലും കളഞ്ഞിട്ട് നല്ല ഫസ്റ്റ് ക്ലാസ് ശൈത്താൻ കിട്ടും. അമ്മാര് വരണം, അമ്മാര് വന്നാലേ ഇത് വിജയിക്കുള്ളൂ. കറക്റ്റ് കൂടിയ ശൈത്താന്മാരാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അല്ലേ? അതുകൊണ്ട് ദുനിയാവിന്റെ പുറകെയുള്ളതിന്റെ പോക്ക് കുറയ്ക്കും. നീ നന്മയിലേക്ക് വാ, നീ സുഹൃതത്തിലേക്ക് വാ. നിന്റെ നമസ്കാരം ചിട്ടവെക്ക്, നിന്റെ സക്കാത്ത് നീ കൊടുത്തു വിട്ട് നീ നന്മ ചെയ്യും. എത്ര നാളായി നീ ജീവിക്കുന്ന ഈ നാവ് കൊണ്ട് ഫനായും ഫസാദും പറഞ്ഞ് നിലകൊണ്ടതല്ലാതെ ഒരു അമലും നിന്റെ ജീവിതത്തിലില്ല. മാറി ചിന്തിക്ക്. നീ കുറഞ്ഞ കാലഘട്ടേ ബാക്കിയുള്ളൂ. എത്ര ഖുർആൻ ഓതി നമ്മുടെ ഇത്തരം കാലഘട്ട ജീവിതത്തിൽ. എത്ര നമസ്കാരങ്ങൾ നമ്മൾ ഖളാക്കി. കഴിഞ്ഞ റമദാനിൽ വിട്ടുപോയതാകുന്ന നോമ്പുകൾ എത്ര ഇനി ഈ റമദാന് മുമ്പ് ഖളാ വിട്ടാനുണ്ട് സഹോദരിമാരെ. എത്ര നമ്മൾ ഖളാ വിട്ടാനാണ്. എത്രയോ പാവങ്ങൾക്ക് നമുക്ക് സഹായിക്കാമായിരുന്നു, നമ്മൾ കൊടുത്തു വീട്ടിയില്ല. നമ്മുടെ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ വന്ന് കൈനീട്ടി യാചിച്ചവരുണ്ട്, നമ്മളൊരു മാന്യമായ സദഖ കൊടുത്തില്ല. നമ്മളോട് സഹായം ചോദിച്ചതായ ആളുകളുണ്ട്, ഉലമാക്കളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, സജ്ജനങ്ങളുണ്ട്, പാവപ്പെട്ടവരുണ്ട്. നമ്മുടെ അയൽവാസി പട്ടിണി കിടക്കാണ്, നമ്മൾ അറിയുന്നില്ല. നമ്മുടെ കുടുംബത്തിൽ എത്രയോ ആളുകൾ മാറാവ്യാധികൾ പിടിപെട്ട് കിടക്കാൻ. എന്തേ? അവരുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്താൻ പറ്റാതായി പോയി.
ഇനി നിന്റെ ആയുസ്സിന് വളരെ കുറഞ്ഞേ ഉള്ളൂ. നിന്റെ സമ്പത്ത് കൊണ്ടൊരു ശുദ്ധീകരണം നിനക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, നിന്റെ ശരീരം കൊണ്ട് സുഹൃതങ്ങൾ നിനക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നീ വിലപിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കണം. അതുകൊണ്ട് ഈ ദുനിയാവാകുന്ന രണ്ടാം ഘട്ട ജീവിതത്തിൽ നിന്ന് നീ ഉൾക്കൊള്ളേണ്ടുന്ന ഏറ്റവും വലിയ തത്വം അതാ. ഒന്നാം ഘട്ട ജീവിതത്തിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നവരാണ് നീ. അള്ളാഹു നീയാണ് റബ്ബ്, അന്ത റബ്ബുനാ വ ഇലാഹുനാ എന്ന് പറഞ്ഞുകൊണ്ട് വന്നവരാണ് നീ. അത് മറക്കാതെയുള്ള പ്രവർത്തനമാകണം ഈ ദുനിയാവിൽ എപ്പോഴും ഉണ്ടാവത്. അതല്ല എന്ന് നിന്റെ ജീവിതത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ നീ ദുനിയാവ് കൊണ്ട് നഷ്ടം സംഭവിച്ചവരാണ്. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ ശഫീഉനാ റസൂലുള്ളാഹി. ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണിതെന്ന് മനസ്സിലാക്കി ധാരാളം സുഹൃതങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ മൂന്നാം ഘട്ട ജീവിതമാകുന്ന ഖബർ സന്തോഷകരമാകൂ. നാലാം ഘട്ട ജീവിതത്തിലെ വിചാരണ എളുപ്പമാകൂ. അവിടെ നിന്ന് നാളെ സ്വർഗത്തിലേക്കുള്ള പ്രയാണം വളരെ സന്തോഷകരമാകും. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ.